സ്വന്തം ജ്വാലാമരിയ വാസ്കോ. ഇന്ന് നമുക്ക് കുറച്ച് വീട്ടുവിശേഷങ്ങളായാലോ? എന്റെ വീട്ടുവിശേഷങ്ങൾ. ഈ കഥ തുടങ്ങുന്നത് അങ്ങ് കോട്ടയം കുരിശിങ്കൽ ഹൗസിൽ നിന്നാണ്. എന്റെ വല്യപ്പച്ചൻ, അതായത് മൈ വൺ ആൻഡ് ഓൺലി ക്രൈം പാർട്ട്ണർ, സാക്ഷാൽ ഫ്രെഡറിക് കുരിശിങ്കൽ ആൻഡ് ഹിസ് വൺ ആൻഡ് ഓൺലി ധർമ്മപത്നി സാറ കുരിശിങ്കൽ, മൈ ക്യൂട്ടിക്കൽ. അവരുടെ മൂത്ത സന്താനമാണ് എന്റെ പപ്പായി മിസ്റ്റർ വാസ്കോ ഡ ഗാമ. എന്റെ ഒരു രണ്ടാമത്തെ സന്താനമാണ് എന്റെ സ്വന്തം മോനിക്കുട്ടി മിസ്സസ് മൊണാലിസ ജോൺസൺ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ പേരൊക്കെ എന്താ എന്നെ വിളിക്കുന്നതെന്ന്. അത് വേറെ നല്ല ഗുഡ്, സാക്ഷാൽ ഫ്രെഡറിക് കുരിശിങ്കൽ എന്ന എന്റെ മുത്തശ്ശൻ ഒരു ഹിസ്റ്ററി പ്രൊഫസറാണ്. ആ ചരിത്രത്തോടുള്ള ആ ഒരു ബോണ്ടില്ലേ, അതുകൊണ്ട് ആശാൻ ഇട്ടതാ മക്കൾക്ക് ഈ പേരൊക്കെ. അന്ന് ആശാൻ ചിന്തിച്ചില്ല ആശാൻ ഈ പേരിട്ടേന് മക്കളെക്കാട്ടി കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് കൊച്ചുമക്കളാണ്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിനുള്ള പണിഷ്മെന്റ് ആശാന് കൊടുക്കാറുണ്ട്. കുഞ്ഞി ഏത് നേരം നോക്കിയാൽ ആ ഫോൺ പൊക്കി പിടിച്ചിരുന്നോണം. അതാ ഗൂസ്, ആ അടുക്കള കിടന്ന് തൊള്ള പൊട്ടിക്കുന്നില്ലേ, അതാണ് നമ്മുടെ വാസ്കോ ഡ ഗാമയുടെ സ്വന്തം ധർമ്മപത്നി ലെസ്ലി വാസ്കോ. അതായത് എന്റെ സ്വന്തം മമ്മി. മമ്മിയെ തൊള്ളവട്ടി കുഞ്ഞിന്ന് വിളിച്ചില്ലേ, അതാരാന്നറിയോ? ഞാനാണ് ഗൂസ്. എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാ കുഞ്ഞി. ജുവൽ രാവിലെ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ കേറിയോ? എന്റെ കർത്താവേ, ഈ ജുവൽ ആരാന്നല്ലേ? ജുവല് വേറെ ആരുമില്ല, എന്റെ സ്വന്തം ചേച്ചി. എന്നെക്കാട്ടി വേറെ 2 വയസ്സിന് മാത്രം മൂപ്പ്, പക്ഷെ 10 വയസ്സിന്റെ മൂപ്പ് കാണിക്കുന്ന അമ്മച്ചി അവസരത്തിന് എന്റെ സ്വന്തം ജുവലേച്ചി ജുവൽ മരിയ വാസ്കോ. എന്താ ലിസിക്കൊച്ചേ, രാവിലെ തന്നെ നീ അടുക്കളയ്ക്ക് നീ ബഹളം ഉണ്ടാക്കുന്നേ? എന്താ പറ്റിയേ? ഇച്ചായ, രാവിലെ തന്നെ ഇച്ചായ എന്ന് വിളിപ്പിച്ച വാവണ്ണ എന്നെ വേറൊന്നും വിളിപ്പിക്കരുത്. നിങ്ങളുടെ 2 സന്താനങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ 2 രാജകുമാരിമാര്. ഒരുത്തി ഫോണിലാണെങ്കിൽ ഒരുത്തി 24 മണിക്കൂർ കണ്ണാടിയുടെ മുമ്പിലാണ്. രണ്ടും എനിക്ക് ഒരു പ്രയോജനമില്ല. നിങ്ങളെ സഹായിക്കാൻ വെച്ചാലോ നിങ്ങളുടെ അടുക്കളയാണെങ്കിൽ കീഴിൽ നിന്ന് മറിച്ചു വെക്കും. നിനക്കിപ്പോ എന്താ വേണ്ടത്? നിന്നെ സഹായിക്കാൻ ഒരാളെ വേണം. അവര് വരുന്നില്ലെങ്കിൽ എന്താ, ഞാനുണ്ടല്ലോ. അവര് വരുന്നതിന് മുമ്പ് ഞാൻ തന്നെയായിരുന്നു നിന്റെ കൂട്ട്. നിങ്ങളുടെ കൂട്ടിന്റെ കാര്യമൊന്നും കൂടുതൽ പറയാത്ത നല്ലത്. നിങ്ങളുടെ ഒരു കൂട്ടുകാരനാണല്ലോ 2 പ്രയോജനമില്ലാത്തതുങ്ങൾ ഇവിടെ ഉള്ളത്. അതെന്താ എന്റെ ലിസിക്കൊച്ചെ നീ അങ്ങനെ പറഞ്ഞത്? നമ്മുടെ മക്കൾക്ക് എന്താ കുറവ്? പഠിപ്പിന് പഠിപ്പ്, സൗന്ദര്യത്തിന് സൗന്ദര്യം, ഇതെല്ലാം ഒരേപോലെ ഇല്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നുമില്ലെങ്കിലും നിന്റെ കുടുംബശ്രീ പെണ്ണുങ്ങളുടെ മുമ്പിൽ നീ 10 പ്രാവശ്യമെങ്കിലും നിന്റെ മക്കളെ കുറിച്ച് പൊക്കി പറഞ്ഞ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളയാ. അത് പിന്നെ നാട്ടുകാരെടുത്ത് കുട്ടി കുറിച്ച് നടക്കാൻ പറ്റും. കെട്ടുപോയ 2 പെൺപിള്ളേരുണ്ടെങ്കിലും അതുങ്ങളെ കൊണ്ട് 2 പ്രയോജനമില്ലാത്തതാണെന്നും മൂട്ടിൽ വെയിലടിച്ച എണ്ണീക്കത്തില്ലെന്നും അടുക്കളയിൽ സഹായത്തിന് വിളിച്ച അതും ചെയ്യത്തില്ലെന്നും എന്നാണ് എനിക്ക് നാട്ടുകാരെടുത്ത് പറഞ്ഞു നടക്കാൻ പറ്റും. അതിലും വലിയ നാണക്കേട് വരെയില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നെന്ന് വെച്ച് അതെല്ലാം സത്യമാണെന്നുണ്ടോ? അങ്ങനെ പറയരുത്. ഒന്നുമില്ലല്ലോ, നമ്മുടെ ജുവൽ മോള് +2 കഴിഞ്ഞപ്പോ മോള് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചതിന്റെ പേരിൽ അവളിപ്പം അതിനകത്ത് കുറച്ച് വരുമാനം ഉണ്ടാക്കുന്നല്ലോ. അവർക്ക് വേണ്ടുന്നത് അവൾ അതിനകത്തല്ലേ ഉണ്ടാക്കുന്നത്. പിന്നെ നീ ഇങ്ങനെ വെറുതെ അടച്ചാക്ഷേപിക്കാമല്ലോ. പിന്നെ കുഞ്ഞിയുടെ കാര്യം, അവളൊന്നും ഇല്ലെങ്കിലും 10 പേർ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ അല്ലേ? അവളൊരു ഫ്ലൂട്ട് ബ്ലോഗർ അല്ലേ? അല്ല, ഫുഡ് ബ്ലോഗർ അല്ലേ? നിങ്ങളെന്താ പറഞ്ഞത്? ജുവലിന്റെ കാര്യങ്ങൾ ജുവല് സ്വന്തമായിട്ട് നോക്കുന്നില്ല, അവളുടെ സ്വന്തം വരുമാനത്തിനല്ലേ? അവർക്ക് കിട്ടുന്ന വരുമാനം 1000 രൂപയാണെങ്കിൽ അവൾ 1500 രൂപയ്ക്കുള്ളത് ചെലവാക്കുന്നത്. ആ 500 രൂപ ഞാൻ കൊടുക്കണം. ഇതിനകത്ത് എവിടെ എനിക്ക് ലാഭം എനിക്കറിയാം. പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞ? പിന്നെ കുഞ്ഞിയുടെ കാര്യം നിങ്ങൾ എന്താ പറഞ്ഞ? 10 പേര് അറിയുന്ന യൂട്യൂബർ അല്ലേന്ന്? ആകെ 10 പേർക്ക് അറിയത്തോളെന്ന് പറ. നിങ്ങൾ ആകെ 12 പേരെങ്ങാണ്ട് ഉള്ള അതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്. അതിനകത്ത് തന്നെ 2 ഗൂഗിൾ അക്കൗണ്ട് അവള് തന്നെ ക്രിയേറ്റ് ചെയ്ത് അവള് തന്നെ അവളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യിക്കുന്നു. ബാക്കി നമ്മളെല്ലാരും കൂടെ ചേർത്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നു. ആകെ 12 പേരുള്ള ചാനലിൽ പറയാം 12 പേർക്ക് അറിയുന്നത് യൂട്യൂബർ അല്ലേന്ന്. അതുകൊണ്ട് ഫുഡ് ബ്ലോഗർ അല്ലേ? ഫുഡ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ളവര് പോലും ഒന്നും തരാതെ പട്ടിണിക്കിട്ട് തിന്നു തീർക്കുന്നതല്ലേ അവളുടെ ഫുഡ് ബ്ലോഗ്. മമ്മി, ഇങ്ങനെയുള്ള സത്യം ഒന്നും വെളിപ്പെടുത്താതെ മമ്മിക്ക് ഞാൻ സഹായിച്ചപ്പോഴേ ഞാൻ തായിരുന്നു. എന്ത് പറ്റി പൊന്നുമോള്? ആ സൗകര്യം അവിടെ കാത്തു വെച്ചിട്ട് വരാനുള്ള കാര്യം? എന്റെ അമ്മച്ചി ഇങ്ങനെ സങ്കടപ്പെടുന്ന കാണുമ്പോ ഞാൻ എങ്ങനെ അവിടെ നിന്ന് ഫോണിൽ കുത്തുന്നത്? എങ്ങനെ എനിക്ക് എന്റെ ബ്ലോഗ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്? പറ്റില്ല മമ്മി, പറ്റില്ല. പപ്പായി ഇതൊന്ന് സഹായിച്ചോളൂ. എന്താ പപ്പായി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇതൊന്നും നല്ലതല്ല കേട്ടോ പപ്പായി. ഇപ്പൊ ഇതെല്ലാം എന്റെ കുറ്റമായോ? അപ്പൊ ഞാനാരായി? പപ്പായി അല്ലാതെ വേറെ ആരെങ്കിലും അവർക്ക് വേണ്ടി സംസാരിക്കാൻ നിൽക്കുവോ? ഒരാളെങ്കിലും ഉണ്ടല്ലോ എനിക്ക് വേണ്ടി. ഞാൻ ആർക്കും വേണ്ടി ഒന്നും സംസാരിക്കത്തില്ല. അയ്യേ, പപ്പായി എപ്പത്തേക്ക് സെന്റ് ആയോ? എന്താ പപ്പായി ഇങ്ങനെ? പപ്പായിക്ക് അറിയത്തില്ലേ അമ്മച്ചിയെ സോപ്പിടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റത്തോളന്ന്. എന്റെ പപ്പായി ഒന്ന് സമാധാനപ്പെടും.
പപ്പായി മോളും കൂട്ടിരുന്ന് കൂടുതൽ കുശൂഷിക്കൊന്നും വേണ്ട. എനിക്കറിയാം രണ്ടും കൂട്ടിരുന്ന് എനിക്കിട്ടാ പറയുന്നതെന്ന്. മമ്മി എന്താ മമ്മി ഇങ്ങനെ പറയുന്നത്? ഞങ്ങളുടെ ബ്യൂട്ടിനെ കുറിച്ച് ഞങ്ങൾ എന്തെങ്കിലും അങ്ങനെ പറയൂ? പപ്പായി പറയുവാന്നെ മമ്മി. മമ്മിക്ക് വേണ്ടി പപ്പായി ഒരു പുതിയ ക്രീം വാങ്ങാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് ഇന്ന് തന്നെ വരുമെന്ന്. അപ്പൊ അതിനെ കുറിച്ച് എന്റെ അടുത്ത് പറയുമായിരുന്നു. എടി കുഞ്ഞി യുദാസേ, നീ എനിക്കിട്ട് തന്നെ പാര പണിഞ്ഞില്ലേ? റിയലി സോറി പപ്പായി. എന്ത് ചെയ്യാന്, രക്ഷപ്പെടാൻ ഇങ്ങനെയൊക്കെയല്ലേ മാർഗമുള്ളൂ. അല്ലേലും എനിക്കറിയാം എന്റെ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ എന്റെ ഇച്ഛായന് എന്നെ ഭയങ്കര കെയറിങ്ങാന്ന്. ആ ആ ആ ആ അതെ അതെ. കർത്താവേ, ഞാൻ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളെ ഈ ജന്മത്തിലെ മക്കളായി ജനിക്കുന്നെന്ന്. എന്നാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അവിടെ വല്ല സിനിമയും കണ്ടിരുന്നാ മതിയായിരുന്നു. കുഞ്ഞി കുഞ്ഞി നീ അറിഞ്ഞോ? കുഞ്ഞി നീ അറിഞ്ഞോ? ഗൂയിസ് ദേ ഓടിക്കിടിച്ച് വരുന്നില്ലേ? അതാണ് എന്റെ സ്വന്തം ചെല്ലമ്മ, സോറി റേച്ചൽ ജോൺസൺ. അതായത് എന്റെ പപ്പായുടെ ഒരേ ഒരു സഹോദരിയായ മൊണാലിസ ജോൺസന്റെയും കൂട്ടുകാരനെ കാണാൻ വീട്ടിൽ വന്ന് അതേ കൂട്ടുകാരന്റെ പെങ്ങളെ വളച്ചു കിട്ടിയ ദ ഗ്രേറ്റ് ജോൺസൺ മാർക്കിന്റെയും രണ്ടാമത്തെ സന്താനം. കുഞ്ഞി നീ പോയി, എല്ലാം പോയി. നീ ആദ്യം ആ ശ്വാസം ഒന്ന് നേരെ വിട്, എന്നിട്ട് പറ എന്താ പോയെന്ന്. നീ നമ്മളാ മുത്തശ്ശിമാവിൽ പഴുക്കാൻ വെച്ചിരുന്ന നമ്മുടെ മാങ്ങകളെല്ലാം ആ കുട്ടൂസും കൂട്ടുകാരും കൊണ്ടുപോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? വന്ന കുട്ടൂസിനും കൂട്ടുകാർക്കും കുറച്ച് കൂടുന്നുണ്ട്. അല്ല പക്ഷെ കുട്ടൂസിന് ആ മാങ്ങ അങ്ങനെ പൊട്ടിച്ചെടുക്കാനും പറ്റില്ലല്ലോ. അപ്പൊ എന്റെ വീക്ഷണകോണിൽ അവനെ സഹായിക്കാൻ ആരോ ഉണ്ടെന്നാണ് തെളിഞ്ഞു വരുന്നത്. അതാരാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവർക്കിട്ട് ആദ്യം പണി കൊടുക്കണം. കമോൺ ചെല്ലമ്മേ, നീ പോയി മീനുക്കുട്ടിയും കൂടി വിളിച്ചോണ്ടോ, ഞാൻ ദാ വരുന്നു. ഓഹോ ഇതായിരുന്നോ കാര്യം? നിന്റെ വരവ് കണ്ടപ്പോ ഞാൻ കരുതി എന്തോ വലിയ കാര്യം വന്നു. രണ്ടിനും നാണമില്ലല്ലോ ഇങ്ങനെ കുഞ്ഞു പിള്ളേരുടെ കൂടെ വഴക്കിട്ട് നടക്കാൻ. ഏയ് ചേച്ചിക്കുട്ടി, ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് അവർ എനിമീസ് പവർ. അവൻ ആ കുട്ടൂസ് അത്ര ചില്ലറക്കാരനല്ല. ഓ നീ പറയുന്ന കുട്ടൂസ് വെറും 8 വയസ്സുള്ള കൊച്ചല്ലേ? ചേച്ചി, ഡോണ്ട് ജഡ്ജ് എ പേഴ്സൺ വിത്ത് ദെയർ ഏജ്. എടി ജുവലെ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഇതും പറഞ്ഞ് ഇവിടെ നിൽക്കാൻ? നിനക്ക് കോളേജിൽ പോകാനില്ലേ? പോയി അതിനുള്ള റെഡി ആവാൻ നോക്ക്. അവർക്ക് അവരുടെ ബുദ്ധിക്ക് അനുസരിച്ചുള്ള കൂട്ടല്ലേ കിട്ടത്തോളൂ. അതിന് നീ ഇങ്ങനെ കിടന്ന് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മമ്മി, യൂട്യൂബ് പപ്പായി കണ്ടില്ലേ? പപ്പായുടെ കുഞ്ഞ് വിഷമിക്കണ്ട, നമുക്ക് മാത്രം അറിയാവുന്ന സത്യം ഇപ്പൊ അവരും കൂടെ അറിഞ്ഞു, അത്രേ ഉള്ളൂ കേട്ടോ. ആ പപ്പായി, ഞാൻ മിണ്ടൂല പോ. ഇതുകൊണ്ടൊന്നും നമ്മൾ തളരരുത് രാമൻകുട്ടി, തളരരുത്. വരും, നമുക്ക് പോയി ജയിച്ചു വരാം. ചെല്ല്, ആ കുഞ്ഞു പിള്ളേരുടെ കൂടെ തോറ്റിട്ട് വരാനുള്ള ആരോഗ്യം കൊടുക്കണേ കർത്താവേ. മണിക്കുട്ടി, കുട്ടൂസിന്റെ കാര്യം നീ നോക്കിക്കോണം കേട്ടല്ലോ. എങ്ങനെയെങ്കിലും അവരെ ഈയിടെയായി സഹായിക്കുന്ന ആരാന്ന് നീ അവന്റെ അടുത്ത് നിന്ന് ചോദിച്ചറിയാം. ഓക്കെ ചേച്ചിമാരെ, നിങ്ങൾ നോക്കിക്കോ എങ്ങനെയായി ഈ മീനൂട്ടി ആ കുട്ടൂസിനെ കൊണ്ട് എല്ലാം തത്ത പറയുന്ന പോലെ പറയിപ്പിക്കുന്നേന്ന്. നിന്നെ കൊണ്ടേ ഇത് നടക്കത്തോളം അറിയാവുന്നോണ്ടല്ലേ ഞങ്ങൾ ഇതിന് നിന്നെ തന്നെ വിളിച്ചത്. ചേച്ചിമാരെ, നിങ്ങൾ ഇവിടെ ഒളിച്ചു നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. കുട്ടൂസേ, കുട്ടൂസേ, എനിക്കൊരു മാങ്ങ തരുവോ? പിന്നെന്താ, എന്റെ മണിക്കുട്ടിക്കല്ലാതെ ഞാൻ ആർക്ക് കൊടുക്കാനാ? എടി ഭീകരി, നീ കൊള്ളാലോ. ഒരെണ്ണം കൂടി ഇങ്ങോട്ട് പറിച്ചിടുവോ? അതാരാടി ആ മാവിന്റെ മണ്ടയില്? അതാണോടി ഇനി നമ്മൾ തിരക്കുന്ന ആള്? കുട്ടൂസ, എനിക്കിതത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല. നീ പറയുമ്പോ ഇരുന്ന് ഓരോ മാങ്ങയായിട്ട് പറിച്ചിട്ട് തരാൻ. ഇതാ ഉണ്ടച്ചിക്കൊരു പണിയാവൂല്ലോ എന്ന് വിചാരിച്ച് മാത്രമാ ഞാൻ നിനക്ക് ചെയ്തു തരുന്നത്. അപ്പൊ നീ എന്തുവാടാ എന്നെ അങ്ങ് ഉപയോഗിച്ച് പരമാവധി ഊറ്റാൻ നോക്കുന്നു. ഇവിടെ ആണെങ്കിൽ നിറച്ച് പച്ചുറുമ്പ്. എന്നിട്ടാ നിന്റെ ഒരു ഒരെണ്ണം കൂടി ഇനി ഞാൻ തിരിച്ചൂല. ഈ ഒരെണ്ണം ലാസ്റ്റാ, ഇനിയില്ല. കോഴിച്ചായൻ, ഓ ഇങ്ങേര് എനിക്ക് ഒരു മനസ്സമാനം ഒരിടത്തും തരത്തില്ലെന്ന് പറഞ്ഞ് നടക്കുവാണല്ലോ. ഇങ്ങേർക്കുള്ള പണി ഈ കുഞ്ഞി ഉടനെ തന്നെ കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്റെ പേര് പട്ടി കിട്ടും. എടി, അങ്ങനത്തെ കടുത്ത തീരുമാനങ്ങളൊക്കെ വേണോ? ആഹാ,
ആഹാ, നോക്കി ഇച്ചായം പാസം വലിഞ്ഞൊഴുകുവാണല്ലോ. ഈ ഇച്ചായം പാസം കൊണ്ട് എന്റെ ഉപ്പിലോട്ട് അങ്ങനെ വന്നോണ്ടല്ലോ, വെച്ച് നിന്ന് ഞാൻ ഭിത്തിയിലെടുക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. നിന്റെ ഒരു ഇച്ചായനെ കാരണം എനിക്ക് ഒരിടത്ത് ഒരു മനസ്സമാനത്തോടെ നിൽക്കാൻ പറ്റത്തില്ലെന്നുള്ള അവസ്ഥ. ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ കുട്ടൂസിനെ കൂട്ടുകാരെ കൊണ്ട് എനിക്കിട്ട് പണി തരാൻ വേണ്ടിയായിട്ട് എന്റെ മാങ്ങ എല്ലാം വെച്ചുകൊണ്ട് പോയത്. വൃത്തികെട്ടവൻ കോഴിച്ചായൻ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഇച്ചായനോടായോണ്ടേ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കൈ തന്നെ കൊള്ളും. അതിന് കൈ പൊള്ളാൻ അയാൾ എന്തോന്നു തീയോ? ഓ, തുടങ്ങുമ്പോ തന്നെ നെഗറ്റീവ് അടിക്കാതെ. ആ, ഇതാര്? മീനൂട്ടിയോ? ഈ സമയത്ത് എന്താ മീനൂട്ടി ഇവിടെ? എന്തോ കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ. ഞാനിവിടെ നിങ്ങൾ മാങ്ങ പിച്ചുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ വന്നതാ, ഒരെണ്ണം കിട്ടുമോന്നറിയാൻ. കുട്ടൂസിന്റെ അടുത്ത് ചോദിച്ചാൽ തരുമെന്ന് എനിക്ക് അറിയാവുന്നോണ്ടാ വന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല കുട്ടിച്ചായി. ആ ഒന്നും ഇല്ലായികെ തന്നെ ഉണ്ടല്ലോ എന്തൊക്കെയോ. ഇല്ല കുട്ടിച്ചായി, അങ്ങനൊന്നും ഇല്ല. ആ പ്ലാവിന്റെ പുറകെ ഒളിച്ചിരിക്കുന്ന രണ്ടെണ്ണം ഇങ്ങ് പോര്, കണ്ട്. പൊക്കി പൊക്കി, ഞാൻ പറഞ്ഞില്ലേ. നീ ഇങ്ങോട്ട് വന്നേ. നീ എന്തിനാ ഈ പേടിക്കുന്നത്? അങ്ങേരെ പിടിച്ച് നമ്മളെ മൂക്കിക്കയറ്റാനൊന്നും പോകുന്നില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്ന മാങ്ങ എടുത്ത് കുട്ടൂസിനും കൂട്ടുകാർക്കും കൊടുത്ത അങ്ങേരല്ലേ, അതിന് നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നീ ഇങ്ങോട്ട് വന്നേ. ഓ, ഉണ്ടച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? അതേലോ ജോൺസൺസ് ബേബി. എന്റെ ബേബിക്കുന്ന പാല് കിട്ടിയില്ലേ? ഇന്ന് മാവിന്റെ മണ്ടയിലായിരുന്നല്ലോ. ഈ നിന്നെ ഞാൻ പല പ്രാവശ്യം നിന്നെ ഞാൻ വാൺ ചെയ്തിട്ടുണ്ട്, ജോൺസൺസ് ബേബി തന്നെ വിളിക്കരുതെന്ന്. നോക്കിക്കോ, ഇതിനുള്ള പണി നീ ചെവി നുള്ളി വെച്ചോ, ഞാൻ തന്നിരിക്കും. ഏത് ചെവിയിലാ ഞാൻ നുള്ളേണ്ടത്? കുഞ്ഞി, നീ മടങ്ങിയിരുന്നേ. ഇച്ചായ, പിന്നെ ഇച്ചായനെ അമ്മച്ച് തിരക്കുന്നുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. ഇപ്പൊ നീ രക്ഷപ്പെട്ടു എന്ന് കരുതിക്കോ, പക്ഷെ എന്നെങ്കിലും നീ എന്റെ കയ്യിൽ നിന്ന് പെടും കേട്ടോടി ഉണ്ടച്ചി. ഓ ശരി, ഞാൻ കാത്തിരിക്കും, വന്ന് പിടിക്കണേ കോഴിച്ചായ. ഓ ഈ കുഞ്ഞി ഇവിടെ. എടി, നീ ഇങ്ങോട്ട് വന്നേ. ഇച്ചായ, ഞങ്ങള് കവലയിലോട്ടൊന്ന് പോവാണേ. ഞങ്ങൾക്ക് ലൈബ്രറിയിൽ കയറി ഒരു ബുക്ക് എടുക്കാനുണ്ട്. അമ്മച്ചി എടുത്തെന്ന് പറഞ്ഞേക്കണേ, ഞങ്ങൾ അങ്ങോട്ട് പോയിന്ന്. അല്ല, അപ്പൊ പിന്നെ മീനൂട്ടി ആര് കൊണ്ടാക്കും? അപ്പൊ പിന്നെ നിങ്ങളും നിങ്ങളുടെ ഈ ചകടയും പിന്നെ എന്തിനാ? അങ്ങോട്ട് കൊണ്ടാക്കണം മിസ്റ്റർ. എന്റെ പൊന്നിച്ച, നിങ്ങൾ ഇവിടെ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട, ഒന്ന് കൊണ്ടാക്കുവോളെ തിരിച്ച് പ്ലീസ്. അത്യാവശ്യം ഞങ്ങൾക്ക് കുറച്ച് അസൈൻമെന്റ്സും കൂടെ തീർക്കാനുണ്ട്. ശരി, ബാ മീനൂട്ടി, നമുക്ക് പോവാം. അമ്മച്ചി, അമ്മച്ചി. ജോണിച്ചായ, ഞാനിങ്ങ് അടുക്കളയിലാ. ഒന്നാ ഷെൽഫിന്നാ വെളിയിൽ നിൽക്കുന്ന പിച്ചക്കാരനാ 20 രൂപ എടുത്തോണ്ട് കൊടുക്കാവോ? എടിയേ, അതിനത് നാട്ടിലെ പിച്ചക്കാരനല്ല, വീട്ടിലെ പിച്ചക്കാരനാ. ഓ, വന്നു എന്റെ കടിഞ്ഞൂൽ സന്താനം. എന്ത് പറ്റി ഇപ്പൊ ഇവിടോട്ട് വരാൻ? ഈ സമയത്ത് അങ്ങ് ബസ് സ്റ്റോപ്പിൽ കാണണ്ടേ ആണല്ലോ. എന്താടാ, ഇന്ന് കളക്ഷൻ ഇല്ലായിരുന്നോ? ശേ, മ്ലേഷം മ്ലേഷം. നിങ്ങളൊക്കെ ഒരു അമ്മച്ചിയാണോ ഉമ്മച്ചി? ഒരു പ്രായപൂർത്തിയായ മകന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യമാണോ നിങ്ങൾ ചോദിച്ചത്? സങ്കടായി അമ്മച്ചി, സങ്കടായി. അയ്യോ, എന്റെ പ്രായമൂത്രയായ മോന് വിഷമായോ? പോട്ടോ, അമ്മച്ചി ഒരു സത്യം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ഇനി അമ്മച്ചി സത്യമൊന്നും പറയത്തില്ല കേട്ടോ, മോൻ വിഷമിക്കണ്ടേ. ജോണിച്ചായ, ഈ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ നിങ്ങള്? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേ ഈ മോനി കൊച്ചിനോട്, ജോണിച്ചായന്റെ കുഞ്ഞിലത്തെ സ്വഭാവം ഞാൻ ഈ കാണിക്കുന്നേന്ന്. എടാ സാത്താനെ, നീ എനിക്കിട്ട് തന്നെ പണിഞ്ഞല്ലേ. ചുമ്മാ വെറുതെ ഒരു മനസുഖം. നിന്റെ ഒരു മനസുഖം കാരണം ഇന്നത്തെ എന്റെ ഉറക്കവും പോയി. ആ അമ്മച്ചി, ഇനി ഞാൻ വഴി വെച്ച് റിച്ചുവിനെ കണ്ടായിരുന്നു. അവള് പറഞ്ഞ് അവളും ആ ഉണ്ടച്ചിയും കൂടെ ലൈബ്രറിയിലോട്ട് പോകും, അവളുമാർക്ക് എന്തോ അസൈൻമെന്റ് ഉണ്ട്, അത് നോക്കിയിട്ടേ ഉച്ചയാകുമ്പോഴത്തേക്കേ വരത്തോളന്ന്. കുരുത്തം കിട്ടവനെ, നീ എന്തിനാണ് എന്റെ കൊച്ചിനെ ഉണ്ടച്ചിന്ന് വിളിക്കുന്നത്? എല്ലാരെക്കാട്ടിയും ലേശം കനം കൂടുതലാന്നല്ലേ ഉള്ളൂ. എന്റെ കൊച്ചു സുന്ദരിയാ. വെറുതെ ഇനി നീ അവളെ ഉണ്ടച്ചിലെങ്ങനെ വിളിക്കുന്ന കേട്ടതാ. അവൾക്ക് നല്ലൊരു പേരുണ്ട് വീട്ടിൽ വിളിക്കാൻ, കുഞ്ഞി. ഇനി അങ്ങനെ വിളിച്ചോളാം കേട്ടല്ലോ. അല്ലാതെ ഞാൻ വേറെ വല്ലതും കേട്ടാ ആ കല്ലിരിക്കുന്ന ചട്ടുകം എടുത്ത് നിന്റെ ചന്തി വെച്ചിരുന്നു, പറഞ്ഞില്ല തന്നെ. ഒന്ന് പോയ അമ്മച്ചി. അമ്മച്ചി എന്തോ പറഞ്ഞേ? അവർക്ക് ലേശം കനം കൂടുതലാണോ? ലേശമല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇപ്പൊ തന്നെ അവളുണ്ട് 79 കിലോ. ഉടനെ തന്നെ ഇക്കണക്കിന് പോവുകയാണെങ്കിൽ 100 അടിക്കും. അതിനുള്ള പ്രയത്നത്തിലാന്നാ ഞാൻ കേട്ടത്. അയ്യോടാ, ആരാ ഈ പറയുന്നത്? കുഞ്ഞിനാളിൽ എന്റെ കുഞ്ഞ് ഉരുണ്ടിരുന്നാലേ ഭംഗിയുള്ളൂ എന്നും പറഞ്ഞ് ആ കഴിക്കാത്ത കൊച്ചിന്റെ പുറകെ നടന്ന് അതിനെ കഴിപ്പിക്കാൻ പഠിപ്പിച്ചിട്ട് ഇപ്പൊ നീ എന്തുവാണ് ഈ പറയുന്നത്? തടിച്ചപ്പോ അവളെ കളിയാക്കുന്നു. ഓ പിന്നെ, പണ്ടെങ്ങാണ്ട് എന്റെ വിവരമില്ലായ്മയില് ഞാനെങ്ങാണ്ട് അങ്ങനെ പറഞ്ഞു. അവൾ ഇപ്പോഴും ഇങ്ങനെ തിന്നുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അമ്മച്ചി മതി, എനിക്കൊന്ന് കിടക്കണം. എന്തോ വല്ലാത്ത ക്ഷീണം, രാവിലെ ദേഹം അനങ്ങേണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ കണക്കൂട്ടിലെല്ലാം തെറ്റിയല്ലോ ജോണിച്ചായ. ആ കൊച്ചിലെ അവന്റെ അവളോടുള്ള സ്നേഹം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു
മിക്കവാറും അവളായിരിക്കും ഇവിടെ വലതുകാലം വെച്ച് കയറാൻ പോകുന്ന എന്റെ മരുമകളെന്ന്. ആ ഇനിയിപ്പൊ കർത്താവ് തമ്പുരാൻ എന്തുവാണോ തീരുമാനിച്ച് അങ്ങനെ നടക്കട്ടെ. ആ നീ വിഷമിക്കാതെ, നമുക്ക് നമ്മുടെ പിള്ളേരുടെ ഇഷ്ടമല്ലേ വലുത്. അവരെന്തോ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അത് നടത്തി കൊടുക്കാം. അല്ലാതെ നമ്മുടെ ഇഷ്ടം അവര് അടിച്ചേൽപ്പിക്കുന്നതല്ലല്ലോ ശരി. അവരല്ലേ ജീവിതം ജീവിച്ച് തീർക്കേണ്ടത്. എന്റെ പ്രാണന്, എന്റെ പെണ്ണെ, ഇന്ന് നീ എന്തായിരുന്നു? ഹോ, ഓരോ നിമിഷവും നീ എന്റെ ഹൃദയം ഇടിച്ച് തകർക്കുകയാണല്ലോ പെണ്ണെ. എന്റെ പ്രണയം എനിക്ക് നിന്നിലേക്ക് ഒഴുക്കാനായി വെമ്പുകയാണ് ഞാൻ. എന്നാൽ എനിക്കതിന് കുറച്ചുകൂടി സാവകാശം വേണം. എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് എനിക്ക് നിന്നിലേക്ക് എന്റെ പ്രണയം ഒഴുക്കാനായി. എന്റെ പെണ്ണെ, നീയാണെന്റെ എല്ലാം. എന്റെ കാതൽ, ഇഷ്ക്, പ്യാർ, മുഹബത്ത്, എന്റെ ആത്മാവിൽ അലിഞ്ഞ പ്രണയം, ഈ ക്രിസ്റ്റിയുടെ മാത്രം കാതലി. ക്രിസ്റ്റി ചായ, അമ്മച്ചി വിളിക്കുന്നു, താഴോട്ടൊന്ന് വന്നേ. അല്ല, നീ ഇത് ഇത്ര നേരത്തെ വന്നു? ആര് നേരത്തെ വന്നു? ഞാൻ ഉച്ചയ്ക്ക് വന്നത്. ഇപ്പൊ എത്ര മണിയെന്ന് മോന്റെ വിചാരം? 1 മണിയായി. വന്നേ ഇങ്ങോട്ട്. അമ്മച്ചിയോട് അത്യാവശ്യമായിട്ട് വിളിക്കുന്നുണ്ട്. ഓ, ഞാനൊന്ന് ഉറങ്ങിപ്പോയി. നീ അങ്ങോട്ട് ചെല്ലും, ഞാൻ വന്നേക്കാം. മോനു, പിന്നെ നിനക്കിന്ന് രാവിലെ പോസ്റ്റ്മാൻ ലെറ്റർ കൊണ്ട് തന്നായിരുന്നു. അതിനായിരുന്നു ഞാൻ നിന്നെ തിരക്കിയത്. പക്ഷെ വന്നപ്പോ നമ്മൾ വേറെ കാര്യം പറഞ്ഞു വിട്ടുപോയി. അത് അവിടെ ഷെൽഫിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്, പോയി എടുത്തോട്ടോ. നോട്ട്? ഓ മൈ ഗോഡ്. ഓ അപ്പച്ചാ, അമ്മച്ചി, ഓ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി. ഇത് കണ്ടോ, ഇത് എന്തോത്തിന്റെ ലെറ്റർ ആണെന്നറിയോ? എന്തുവാന്ന് അറിയോ ഇത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എനിക്ക് വെറുതെ മൂലയില്ലെന്ന് പറഞ്ഞ് നടന്നവന്മാരെല്ലാം എനിക്കൊന്ന് കാണണം. എന്നിട്ട് ഇതങ്ങോട്ട് വായിച്ച് വൃത്തിയായിട്ട് കേൾപ്പിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ വേണ്ട, ഇവന്മാർക്കൊന്നും ഈ വായിച്ചാലൊന്നും അറിയത്തില്ല ഇംഗ്ലീഷ്. ഇനി ഞാൻ എന്തിനാ വെറുതെ ഇത് വായിച്ച് എന്റെ തൊണ്ടയിൽ വെള്ളം വെപ്പിക്കുന്നേ? എടാ കൊച്ചനെ, നീ ഇങ്ങനെ കിടന്ന് ചാടാതെ അതിനകത്ത് എന്തോ കാര്യമെന്ന് പറഞ്ഞേ. വെറുതെ ബാക്കിയുള്ള മനുഷ്യന്റെ BP കൂട്ടാനായിട്ട് പറയലറക്കാം അങ്ങോട്ട്. ഓ എന്റെ അപ്പച്ചാ, എനിക്ക് ജോലി കിട്ടി. അതും വെറും ഒരു ജോലിയല്ല, അങ്ങ് CBI ഓഫീസറായിട്ട്. നോയിക്കോ, 9 മാസം കഴിയുമ്പോ ഞാൻ ഇവിടെ വന്ന് നിൽക്കും. നല്ല അടിപൊളി AC കാറില്, അതും ഗവൺമെന്റിന്റെ. എന്റെ മാതാവേ, എന്നതാ ഈ ചെറുക്കൻ പറയുന്നേ? നീ ഉള്ളതാണോ ദേ പറയുന്നത്? സത്യം തന്നല്ലേ? അത് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയൊന്നും അല്ലല്ലോ. എന്റെ അമ്മച്ചി, ഞാൻ പറഞ്ഞ സത്യം. അമ്മച്ചിക്ക് സംശയം ഉണ്ടെങ്കിൽ അമ്മച്ചി ഒന്ന് വാങ്ങിച്ച് അവളുടെ കയ്യിൽ നിന്ന് വായിച്ചു നോക്ക്. അല്ലെങ്കിൽ വേണ്ട, അവള് തന്നെ വായിച്ചല്ലോ. അവളുടെ നൃത്തം കണ്ടാൽ തന്നെ മനസ്സിലാവത്തില്ലേ, ഒരുമാതിരി കറണ്ട് അടിച്ച കാക്കയെ പോലെ. ഓ എന്റെ വേളാങ്കണ്ണി മാതാവേ, വിദ്യാനെ കൊണ്ട് മുട്ടുകൊത്തിച്ച് ആ മല കയറ്റാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്ര നേരത്തെ എന്റെ മോന് ജോലി കൊടുക്കുമെന്ന്. നന്ദിയുണ്ട് മാതാവേ, നന്ദിയുണ്ട്. ആരെപ്പ ഇവിടെ പടക്കം പൊട്ടിച്ചേ? ഇന്ന് ക്രിസ്മസാ? ചിരിക്കല്ലേ ചിരിക്കല്ലേ, എനിക്ക് ചിരി കണ്ടിട്ട് എന്റെ കൊലച്ചിരിയായിട്ടാ തോന്നുന്നത്. എന്തിനാടി യൂദാസ് നിന്റെ മോന് ജോലിയിട്ടായി എന്നെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ഒന്നുമില്ലേലും ഞാൻ നിന്നെ ഒരേ ഒരു കെട്ടിയോനല്ലേടി, എന്തിനാടി എന്നോട് ഈ ചതി ചെയ്തത്? അതേ നിച്ചായ, ഞാനെന്നാള് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടതാ. ഒരു ബ്രദർ അതില് പറയുവാന്നേ, മക്കൾക്ക് വേണ്ടി അപ്പന്മാര് വ്രതം പിടിച്ച അത് പൂർണ്ണമായിട്ട് ഭരിക്കുമെന്ന്. അതുകൊണ്ടാ ഞാൻ പിന്നെ ഇങ്ങനൊരു നേർച്ച നേർന്നത്. പക്ഷെ അതിനുള്ള റിസൾട്ട് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് കിട്ടിയില്ലേ. അപ്പൊ പിന്നെ ഇച്ചായൻ എന്തിനാ സങ്കടപ്പെടുന്നേ? ഇച്ചായൻ ആരാ? CBI ഓഫീസറിന്റെ അപ്പൻ അല്ലേ? പിന്നെ അല്ല. എടി കുഞ്ഞി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തുവടി? ഇത് വേറൊന്നുമല്ലടി, എനിക്ക് ഇച്ചായനെ പറ്റിയായിരുന്നു പറയാനുള്ളത്. അയ്യോ, എനിക്ക് നീ പറയണ്ട, ദയവ് ചെയ്ത്. എനിക്ക് അയാളെ പറ്റി സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് നിനക്ക് വേറെ വല്ല പറയാനുണ്ടെങ്കിൽ അത് പറയാട്ടോ. എടി അത് പിന്നെ ഇനി നീയും കൂടെ തുടങ്ങല്ലേ പ്ലീസ്. ഇല്ല, ഞാൻ നിർത്തി. പിന്നെ എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലും എന്തെങ്കിലും അറിഞ്ഞിട്ട് വന്നിട്ട് എന്റെ അടുത്ത് ചാടിക്കൊണ്ട് വരാതിരുന്നാ മതി. പിന്നീട് നമ്മുടെ ഫെയർവെൽ ഡാൻസിന്റെ കൊറിയോ നീ ഇതുവരെ ചെയ്തില്ലല്ലോ. ഒരിക്കലും ഇല്ല. ആ കോഴിച്ചായന്റെ കാര്യം ചോദിച്ച് ഞാൻ ഒരിക്കലും നിന്റെ അടുത്ത് വരത്തില്ല. പിന്നെ അയാൾക്ക് വല്ല പെണ്ണും സെറ്റായ കഥയായിരിക്കും നീ എന്റെ അടുത്ത് പറയാൻ പോകുന്നത്. എനിക്കത് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല, സമയവുമില്ല. പിന്നെ നീ പറഞ്ഞ കൊറിയോയുടെ കാര്യം, അത് നമുക്കിപ്പോ ചെയ്ത് നോക്കാം. പൂക്കൾ പൂക്കും തരുണം മാറുയിരേ பார்த்ததாருமில்லை புலரும் காலை பொழுதை முழு
அதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லை எதுவும் பேசவில்லை. അരെ വാ, സൂപ്പർ, പൊളിച്ചു മുട്ടേ. പിന്നല്ല കുഞ്ഞി, നാളെ നമ്മുടെ ടീംസ് എല്ലാം കൂടി ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഘട്ടം ചെയ്യണ്ടേ, പ്രത്യേകിച്ച് ആ ഫിസിക്സിൻ്റെത്. അപ്പൊ അതെല്ലാം കൂടെ നമ്മളെല്ലാരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യാന്നും പറഞ്ഞ് അവളുമാര് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടേക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ഫെയർവെല് കഴിഞ്ഞ ഉടനെ ബോർഡ് എക്സാം അല്ലേ, അങ്ങനെ സ്കൂൾ ജീവിതവും തീരാറായി. എത്ര പെട്ടെന്ന് നമ്മൾ +1 +2 കഴിഞ്ഞതില്ലേ. ഇന്നലെ നടന്നു പോയത് പോലെ തോന്നുന്നു. അത് നീ പറഞ്ഞത് ശരിയാ, എന്ത് പെട്ടെന്ന് എല്ലാം കഴിഞ്ഞ. കുഴപ്പമില്ല, നമ്മള് കോളേജ് ലൈഫിലോട്ടല്ലേ പോന്നെ, അവിടെ ചെന്നിട്ട് വേണം ഒന്ന് അടിച്ച് പൊളിക്കാൻ. നീ കുഞ്ഞി, നീ ക്രിസ്റ്റിച്ചായനെ കണ്ടായിരുന്നോ? അമ്മച്ചി വന്ന് ക്രിസ്റ്റിച്ചായ മേലോട്ട് വന്നെന്ന്. ഞാനിവിടെ എല്ലാം നോക്കി, ഇവിടെ ഒന്നും കാണുന്നില്ല. എവിടെ പോയോ എന്തോ. എനിക്കൊന്ന് കണ്ടിട്ടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. അയ്യോ, നീ കണ്ടില്ലായിരുന്നോ? എന്റെ പോക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു, ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി പോയതേ ഉള്ളൂ. പിന്നെ ഞാനും കണ്ടില്ല നിന്റെ കോച്ചായനെ. എല്ലാം കൂടെ എന്തോത്തിന് എന്റെ തലയിലോട്ട് വരുന്നത്. അങ്ങനെ കണ്ടില്ലേ, ഓട്ടനെ എല്ലാം കൂടെ എന്റെ അടുത്തോട്ട് വന്നോണം. ഞാൻ എന്താ അങ്ങനെ പിടിച്ചോണ്ട് നടക്കണം? അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന കുഞ്ഞി? ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചു എന്നല്ലേ ഉള്ളൂ. ക്രിസ്റ്റിച്ചായ എന്നെ കൊണ്ട് ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നോക്കി വന്നത്. കുഴപ്പമില്ല, ഇനി ഞാൻ അപ്പുറത്തോട്ട് പോയിട്ട് വിളിച്ചോണ്ട് പോവാ. അവിടെ പോയി. നീ എന്താടി ചിന്തിച്ചോണ്ടിരിക്കുന്നേ? എടി ചെല്ലമ്മേ, എടി നീ എന്താ ചിന്തിക്കുന്നേ? അല്ലടി, ഞാൻ ചിന്തിക്കുവാന്നേ, ഈ ഇടയായിട്ട് നമ്മുടെ ജോലി ചെയ്ത് ക്രിസ്റ്റിച്ചായാലും എന്തൊക്കെയോ കള്ളത്തരങ്ങളില്ലേ, എന്തൊക്കെയോ ചെയ്ത് മാറുന്നുണ്ട്. കണ്ടുപിടിക്കണം. അത് നീ പറഞ്ഞ ശരിയാണെന്നാ തോന്നുന്നത്. അമ്മച്ചി എനിക്ക് വേണ്ടി ഉണക്കക്കുഞ്ച് വാങ്ങിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. അത് വറുക്കുന്നതിന്റെ നല്ല സ്മെല്ല്. ഇന്നത്തെ എന്റെ ഫുഡിൽ കുശാലായി. ഒരു 2 പ്ലേറ്റ് ചോറ് സൂപ്പറായിട്ട് തട്ടാം. എന്തൊരു സന്തോഷം. എന്റെ തീറ്റപ്രാന്തി, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് ഉണക്കക്കൊഞ്ച് വറുക്കുന്നതിന്റെ സ്മെല്ലുണ്ടെന്നല്ല. എടി, നീ ശ്രദ്ധിച്ചില്ലേ, ഈ ഇടയായിട്ട് നമ്മുടെ ജുവലേച്ചിയും ക്രിസ്റ്റിച്ചായാലും കൂടുതൽ അങ്ങോട്ട് ക്ലോസ് അല്ലേ എന്നൊരു സംശയം. എന്റെ ഒരു സംശയം മാത്രമാണ്. എന്നാലും എവിടേക്കോ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? അവർ രണ്ടുപേരും ആദ്യമായിട്ടാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്. നീ ഒന്ന് പോയേ. എന്റെ കുട്ടി, ഞാൻ പറഞ്ഞത് അവർ രണ്ടുപേരും തമ്മിൽ പ്രേമത്തിലാണോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന്. എന്ത് അവര് തമ്മിൽ പ്രേമത്തില്? നിനക്ക് വട്ടാണോടി? സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യവും പറഞ്ഞു ഇങ്ങനായിരിക്കുന്നേ. എന്റെ പൊന്നോ, ഞാൻ എന്താ പറയണ്ടേ? അതും ആ കോഴിച്ചായനും എന്റെ ഇച്ചേച്ചി. എന്റെ പൊന്നു കുഞ്ഞേ, നിന്നെ ഞാൻ നമിച്ചിരിക്കുന്നു. പിന്നെ നമിക്കുന്നേക്ക് അവിടെ നിൽക്കട്ടെ. ആദ്യം നീ അവർ ഈ ഇടയായിട്ട് ചെയ്ത് കൂട്ടുന്നേക്ക് ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്ക്, അപ്പം നിനക്ക് മനസ്സിലാവും. അതിന് നീ എന്തിനാണ് നോ പറയുന്നേ? ഞാൻ എന്തിനാ നോ പറയുന്നേ? ഞാൻ നോ പറഞ്ഞൊന്നുമില്ല. അവക്കാതെ ഇഷ്ടമെങ്കിൽ ചെയ്തോട്ടെ. പക്ഷെ എന്നാലും ആ കോഴിയെ ഞാൻ എന്റെ ഇച്ഛാനായിട്ട് കാണുള്ളൂ എന്ന് ഓർത്തപ്പോഴാണ് ഒരു സങ്കടം. എന്റെ ഒരു മനസ്സിൽ എന്റെ ചേച്ചിക്ക് പറ്റിയത് ഒരു നല്ല ഷാറുഖ് ഖാനെ പോലുള്ള സ്റ്റൈലുള്ള ഒരു ചെക്കനായിരുന്നു ഞാൻ കണ്ടുവച്ചിരുന്നത്. പക്ഷെ ഇതിപ്പം ഒരുമാതിരി അണ്ണാന്റെ മുഖമുള്ളവനായി പോയല്ലോ ഈശ്വര. കുഞ്ഞി, നീ കൂടുതൽ പറയാൻ വേണ്ട. എന്റെ ഇച്ചായ സുന്ദരന, പ്രത്യേകിച്ച് ജോലിച്ച് ഇച്ചായാലും നല്ല അടിപൊളി പേരാ. എന്റെ പൊന്നു മോളെ, എനിക്കറിയാം നീ ഈ അടി കൂടുന്നുണ്ടെങ്കിലും എന്റെ ഇച്ചായനെ നിനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ തന്നെ നിന്റെ മനസ്സിനെ കുറിച്ച് പുറത്ത് ചാടിക്കും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഇല്ലാത്ത പ്രണയത്തെ നിന്റെ അടുത്ത് പറയൂ. കുഴപ്പമില്ല, കുറച്ച് നീ ഒന്ന് പോകാൻ. അത്യാവശ്യത്തിന് എന്റെ ചേട്ടന് കുറേ നീ വെള്ളം കുടിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് നിനക്ക് അത്യാവശ്യം. എന്നാലും കുഴപ്പമില്ല, കർത്താവ് ഇങ്ങനെ തീരുമാനിച്ചു ചെയ്യുന്നെങ്കിൽ അവർക്കത് അനുഭവിച്ചല്ലേ പറ്റൂ. പാവം എന്റെ ചേച്ചി, പോട്ട്, അവള് തന്നെ തിരഞ്ഞെടുത്തല്ലേ, അനുഭവിക്കുമ്പോ പഠിച്ചോളും. പിന്നെ നീ എന്തോ അനുഭവിക്കാൻ നീ പറയുന്നത്? ഒന്നും അനുഭവിക്കാൻ പോകില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ,
ചേച്ചിക്ക് ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞാൽ ഷോപ്പിങ്ങിന്, ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞാൽ ബീച്ചില്, ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ ഫുഡിന്, എല്ലാറ്റിനും കൊണ്ടുപോകത്തില്ലേ സമയാസമയം. അപ്പോഴാണോ പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ മേലായിരിക്കും രണ്ടുപേരും. ഓ, എനിക്ക് ഓർക്കുമ്പോ തന്നെ കുളിര് കോരുന്നു. ഓ പിന്നെ നീ അവിടെ കുളിരും കോരിക്കൊണ്ടിരുന്നു. എന്റെ വേദന കുറെ നേരമായിട്ട് തലക്ക് കളിക്കുന്നുണ്ട്. ഇനിയെങ്കിലും ഞാൻ അതിനെന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അതെന്നോട് പിണങ്ങും. അതുകൊണ്ട് ഞാൻ പോവുക. വല്ലതും വേണമെങ്കിൽ എന്റെ പുറകെ വന്നു, അല്ലെങ്കിൽ പിന്നെ നിനക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വേണം വെക്കാൻ നിൽക്കരുത്. ലിസി കൊച്ചി, ഇച്ചേച്ചി എന്തിയെ? ഓ അവളെ ഇപ്പൊ വന്ന് ക്രിസ്റ്റിമോ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയതേ ഉള്ളു. എന്തോ അവൾക്ക് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ട്. ക്രിസ്റ്റിമോ പറഞ്ഞ അവര് വഴിയിൽ നിന്ന് കഴിച്ചോളാന്ന്. അതുകൊണ്ട് കുഞ്ഞി, നിനക്ക് വേണമെങ്കിൽ അവളുടെ ഭാഗം കൂടെ കഴിച്ചോ കേട്ടോ. എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യത്തിനുള്ളത് കഴിക്കുന്നുണ്ട്, അത് മതി. അല്ലെങ്കിൽ ഞാൻ ഇനി ഡയറ്റ് എടുക്കാമെന്ന് ഉദ്ദേശിച്ചേക്കോ. അതുകൊണ്ട് ഇന്നും കൂടെ ഉള്ളു ഈ തീറ്റി. എന്തിനാ കുഞ്ഞി എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം ചെയ്യുമെന്ന് പറയുന്നത്? പപ്പായുടെ മോള് ഫുഡെല്ലാം വയറിറച്ചങ്ങോട്ട് കഴിച്ചേ. പപ്പായുടെ മോൾ ഇങ്ങനെ ഇരിക്കുന്ന സുന്ദരി, മോൾ ഡയറ്റ് ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇപ്രാവശ്യം ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞു. ഞാൻ ഉറപ്പായിട്ട് ഡയറ്റ് എടുക്കുന്ന അന്ന് എടുക്കും. എനിക്ക് എന്റെ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ബോധം വേണ്ടേ? പിന്നെ വേണം, വളരെയധികം സൗന്ദര്യബോധം വേണം. ഒരു ദിവസം തിന്നാതിരുന്നിട്ട് ഒരാഴ്ചത്തേക്കുള്ളതല്ലേടി നീ പിന്നെ തെന്നു വീർക്കുക അതിന്റെ പിറ്റേ ദിവസം ഇരുന്നു. എന്റെ പൊന്നു കുഞ്ഞി, ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നീ അതുകൊണ്ട് നിൽക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത്. മമ്മി, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. എനിക്ക് വേണ്ട, എനിക്ക് മതിയായി, ഞാൻ പോവാം. ലിസി, നീ എന്തോ എന്റെ കൊച്ചിനെ കുറിച്ച് പറയുന്നത്? അനാവശ്യം പറയുന്നു. എന്റെ കൊച്ചു സീരിയസ് ആയിട്ടൊരു കാര്യം പറയുന്നു. ഇങ്ങനെയാണോ നീ പറയേണ്ടത്? കുഞ്ഞി, മോളോട് തിന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. തിന്നു, പപ്പായി വിളമ്പി തരാം. ഇല്ല, ഞാൻ തിന്നുന്നില്ല, ഞാൻ പോവാ. നിങ്ങളെല്ലാവരും ഓരോ ടീമാ, ഞാൻ പോവാ. അച്ഛായ രാവിലെ എഴുന്നേറ്റ് പോയി. ഇനി എന്തെങ്കിലും പ്രശ്നം കാണുമോ? എന്ത് പറ്റി എന്റെ കുഞ്ഞൊന്നും കഴിക്കാതെ എണീറ്റ് പോയാൽ? സാധാരണ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണല്ലോ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിച്ചിരി കൂടി പോയി വെച്ചാൽ. നീ വിഷമിക്കാതെ, ഇത് അതൊന്നുമല്ല. ഇത് വേറെ എന്തോ കാര്യമുണ്ട്. അവളുടെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട്, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, നോക്കിക്കോ. നാളെ രാവിലെ ആകുമ്പോൾ അവൾ പഴയ പോലേക്കോളൂ. ആവശ്യമില്ലായ്മയുടെ റീസൺ ഇച്ചായനും ചേച്ചിയും കൂടെ ഷോപ്പിങ്ങിന് പോയാന്ന് എനിക്കല്ലേ അറിയൂ. ഓട് മോളെ ഓട്. കുഞ്ഞി, നിന്നെ ഞാൻ ഉറപ്പായിട്ടും പിടിച്ചിരിക്കും. നീ എത്ര നാളിങ്ങനെ ഓടി ഒളിക്കും? കുഴപ്പമില്ല, പറ്റുന്നത്ര നീ പിടിച്ചു നിൽക്ക്. അതുവരെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു നോക്കാം. എന്തായാലും എനിക്ക് നിന്നെ മതി എന്റെ നാത്തൂനായിട്ട്. ഇനി നിന്റെ കൂട്ടാട് കഴിക്കാത്തോണ്ട് നീയും കഴിക്കുന്നില്ലേ? എഴുന്നേറ്റ് പോകാനോ ഉദ്ദേശം? ഇല്ല, ഞാനും കൂടെ കഴിക്കാതെ പോയാൽ എന്റെ ലിസി കൊച്ചിന് വിഷമാവും. അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ആരെങ്കിലും കാണും, വീട്. അയ്യടാ, ഇച്ചന്റെ കൊച്ചിനെന്താ ഇത്ര വെപ്രാളം? ഇങ്ങനെ വിക്കല് പറയാലൊന്നും ഇതിനു മുമ്പ് ഇല്ലായിരുന്നല്ലോ. ഞാൻ നിന്റെ ഇത്രയും ഷോപ്പിലാണ് കൊണ്ടുപോയിട്ട് വന്നില്ലേടി. ഒരു കിസ് തന്നിട്ട് കൂടി എന്തോ അടി. അയ്യടാ, മോൻ പോയേ. കിസ്സും ഇല്ല, ഒരു കിസ്സും ഇല്ല. ഞാൻ കണ്ടായിരുന്നു ബീച്ചിൽ വെച്ച് അവിടെ നടക്കുന്ന പെമ്പിളാരെല്ലാം വായി നോക്കണം. എന്നിട്ട് ഇതാ രാത്രി പാരാത്രിയായപ്പോ എന്റെ അടുത്ത് വന്നിരിക്കുന്ന കിസ്സും ഇല്ല, ഒരു മണ്ണാങ്കിട്ടല്ല. മോൻ പോയേ, ചെല്ല്. അപ്പൊ ഇച്ചായന്റെ കൊച്ച് രണ്ടും കൽപ്പിച്ചല്ലേ? 2 അല്ല 4 കൽപ്പിച്ച. മോൻ പോയേ. എന്തിനാ ഞാൻ അടുത്തോട്ട് വരുന്നത്? ചായ വേണ്ട, അടുത്തോട്ട് വരരുതെന്നാ പറഞ്ഞ. നോ, സ്വപ്നമായിരുന്നു. ഇനി ഇച്ചാനും ചേച്ചിനെ വല്ലതും കാണുമോ? എന്റെ ഭർത്താവ്. അല്ല, ഞാനെന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നു? അവര് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എനിക്കെന്താ? അതല്ല, എന്നാലും എന്റെ ജോറ്, എന്റെ ശത്രുവാണ് ആ കോഴിച്ചായ. അപ്പൊ നീ എന്തിനാ വെറുതെ ആ കാര്യം ഓർത്തിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? നീ നാളെ എന്ത് പണി കൊടുക്കാന്ന് ആലോചിച്ച് വേണം കിടക്കാൻ. ഓക്കെ, ഗുഡ് നൈറ്റ്, സ്ലീപ്. പുല്ല്
മനുഷ്യന് ഉറങ്ങാനും പറ്റുന്നില്ല. ഇങ്ങേരുത് എന്തോത്തിനാ മനുഷ്യന്റെ സ്വപ്നത്തിൽ വന്നിരുന്നു ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്. എനിക്കൊന്ന് ഉറങ്ങണം. എന്തുവാ ഇത്? കുറച്ചു നേരം പോയി കാറ്റ് കാണുമ്പോൾ എന്റെ കർത്താവേ, ഇങ്ങേർക്ക് ഇത്ര ഗ്ലാമർ ഉണ്ടായിരുന്നു. ഹൗ ഹാൻസം ഹീസ്, ടു ഹോട്ട്. എന്റെ കർത്താവേ, കുഞ്ഞി ട്രാക്ക് മാറുന്നു. നീ എന്താ ഈ പറയുന്നത്? നിന്റെ എനിമിയാണ് അവൻ. എന്നിട്ടാണ് നീ ഇങ്ങനെ ഇടുന്ന ആ എനിമിയെ വായി നോക്കുന്നത്? ഒരിക്കലും ശത്രുവിനെ വായി നോക്കരുത്. പക്ഷെ സൗന്ദര്യം കണ്ടാ വായി നോക്കണമെന്നാണല്ലോ നമ്മൾ ആസ്ഥാനമായി നോക്കിയത് ഒരു നിയമം. ഓ കുഞ്ഞി, അല്ല അങ്ങേർക്കെന്തുവാ ഈ പാതിരത്തിൽ ഉറക്കൊന്നുമില്ലേ? അയ്യോ, അങ്ങനെ ഇങ്ങോട്ട് നോക്കുന്നു. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. അല്ലെങ്കിൽ അയാൾ വിചാരിക്കും അയാളെ വായി നോക്കൊണ്ടിരിക്കാൻ. ഒന്നുമില്ലല്ലോ, അതല്ലേ നീ സത്യം. എന്നാലും വായി നോക്കുന്നത് നമ്മളങ്ങനെ കാണിക്കരുത്. ഹീസ് യുവർ എനിമി. എന്റെ പെണ്ണെ, എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ 6 മാസം നിന്നെ കാണാതെ അവിടെ പിടിച്ചു നിൽക്കാന്ന്. എന്തായാലും പിടിച്ചു നിന്നല്ലേ പറ്റൂ. എല്ലാ കൂട്ടുകാരന്മാരും പറഞ്ഞു നിന്റെ അടുത്ത് എൻ്റെ ഇഷ്ടം പറയാതെ പോകുന്നത് ഒരിക്കലും ശരിയാകത്തില്ല, റിസ്കി ഫാക്ടർ ആകുന്നൊക്കെ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് നിന്നെ കർത്താവ് പടച്ചു വിട്ടിരിക്കുന്നത് എൻ്റെ വാരിയൽ കൊണ്ട് തന്നെ. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ ഇവിടെ നിർത്തിയിട്ട് ഈ 6 മാസം ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. നീ കാണില്ലേ പെണ്ണെ ഇവിടെ എനിക്ക് വേണ്ടി കാത്തു. ഗുഡ് മോർണിംഗ് മോനിക്കുട്ടി. ഓ, വന്നു എന്റെ കുറുമ്പി. എന്താടി നീ ഡയറ്റ് തുടങ്ങാനൊക്കെ പോവാന്ന് റിച്ചു പറയുന്ന കേട്ടല്ലോ, സത്യമാണോ? മോനിക്കുട്ടിയും കൂടെ ഉള്ളായിരുന്നു എന്നെ കളിയാക്കാൻ. രാവിലെ തന്നെ അവിടെ സിറ്റൗട്ടി പത്രവും പിടിച്ച ഒരാളിരിപ്പുണ്ടല്ലോ, എന്റെ ജോണിക്കുട്ടൻ. ആ ജോണിക്കുട്ടൻ തന്നെ എന്നെ ഇപ്പൊ കൊണ്ട് കളിയാക്കി വിട്ടത്. എന്തിനാ മോനിക്കുട്ടി ഇങ്ങനെ കളിയാക്കുന്നത്? ഞാൻ ഡയറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഇത്രയ്ക്ക് വലിയ തെറ്റാണോ? ആര് പറഞ്ഞു? ഞാനിങ്ങ് നിന്നെ കളിയാക്കിയൊന്നുമല്ല. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അത് ചോദിച്ചത്. നീ ചെയ്യുന്നെങ്കിൽ ചെയ്ത മോളെ, നമുക്ക് മെലിഞ്ഞിട്ട് വേണം ഇവിടെ എല്ലാണത്തിന്റെ മുമ്പിൽ കൂടെ നടക്കാൻ. അങ്ങോട്ട് ഞെളിഞ്ഞ് പിന്നല്ല. അല്ലേലും എനിക്കറിയാം എന്റെ മോനിക്കുട്ടിക്ക് മാത്രമേ എന്നോട് സ്നേഹം. ചെല്ല് നിന്റെ കൂട്ടാളി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, അതിനെ കൂടെ പോയൊന്ന് എഴുന്നേപ്പിക്കും. അല്ല, നീ ഈ സമയത്ത് എഴുന്നേക്കണ്ടല്ലോ. ഇന്ന് എന്തോ പണി ഒപ്പിക്കാനാ പൊന്നുമോൾ നേരത്തെ എഴുന്നേറ്റത്. മോനിക്കുട്ടി, എനിക്കെന്താ നേരത്തെ എഴുന്നേറ്റൂടെ? ഞാൻ മിണ്ടൂല, പോങ്ങോട്ട്. ഇന്ന് വേറൊന്നുമല്ല ഞാൻ നേരത്തെ എണീച്ചതിന്റെ കാര്യം. ഇന്ന് ഫ്രണ്ട്സ് എല്ലാരും കൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അസൈൻമെന്റ് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതി തീർത്തിട്ട് കൊടുക്കാനായിട്ട്. ഫിസിക്സിന്റെ ഒറ്റയ്ക്ക് ചെയ്തിട്ടൊന്നും ഒക്കുന്നില്ല ഞാൻ. അതുകൊണ്ട് അവളുമാരെല്ലാരും കൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മോനിക്കുട്ടിയുടെ 2ാമത്തെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അവൾ എന്റെ ഫോണിൽ മൊത്തം 10 അലാറം വെച്ചിട്ടാ പോയത് ഞാൻ നേരത്തെ എഴുന്നേക്കണമെന്നും പറഞ്ഞു. എന്നിട്ട് ഇപ്പോഴും അവള് മൂട്ടി വെയിലടിക്കുന്നവരെ കിടന്ന് ഉറങ്ങുമല്ലേ. നോയിക്കോ, ഞാൻ വെച്ചിട്ടുണ്ടാവക്ക്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ചെല്ല് മേളി കിടപ്പുണ്ടവള്. അല്ല, ജോൺസൺസ് ബേബി ഇല്ലേ ഇവിടെ? അല്ല, അല്ലെങ്കിൽ പിന്നെ രാവിലെ 2 ഡംബിൾസ് എടുത്തോണ്ട് ബാൽക്കണി കിടന്ന് കസരത്ത് കാണിക്കുന്ന കാണാം, സ്കൂളിൽ പോകുന്ന പെൺപിള്ളേരെ കാണിക്കാനായിട്ട്. ഇന്നത് കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ മോനായോണ്ട് പറയൂല, അവന് വായുനോട്ടത്തില് പ്രത്യേക ഒരു കഴിവാ. എന്നൊക്കെ പറഞ്ഞാലും അവൻ ഇതുവരെ ഒരു പെൺപിള്ളേരുടെ അടുത്തും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല. അതുകൊണ്ടാ പിന്നെ ഞാനും എന്താന്ന് വെച്ചാ പോട്ടെന്ന് വിചാരിച്ചിട്ടുള്ളത്. അവൻ പിന്നെ എനിക്ക് സത്യം ചെയ്തു തന്നിട്ടുണ്ട്, അവൻ മിന്നു കെട്ടുന്ന പെണ്ണിനല്ലാതെ വേറെ ഒരു പെണ്ണിനെ അവൻ തൊടിയ പോലും ചെയ്യത്തില്ലെന്ന്. അതിന്റെ വിശ്വാസത്തിലാ പിന്നെ ഞാനിതൊക്കെ കണ്ടില്ലെന്ന് വെച്ച് നടിക്കുന്നത്. പിന്നെ ഇന്ന് രാവിലെ അവന്റെ ഏതോ ഒരു കൂട്ടുകാരൻ അവന്റെ വീട്ടിൽ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് അതിന്റെ പേരും പറഞ്ഞ് അവൻ രാവിലെ ബൈക്ക് എടുത്തോണ്ട് പോയിട്ടുണ്ട്. അല്ല, പിന്നെ നീ അറിഞ്ഞില്ലേ? റിച്ചു പറഞ്ഞില്ലേ നിന്നോട് ഈ കാര്യം? അവന് മോനി ഒരു ചായ. ഓ, ഇങ്ങേരുത്
ഇനിയും ഞാൻ ചായ എടുത്തോണ്ട് ചെന്നില്ലെങ്കിൽ അങ്ങനെ അവിടെ തൊള്ള പൊട്ടി ചാവും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കുഞ്ഞി നീ അവളെ പോയി വിളിച്ചോ കേട്ടോ. എന്നാലും മോന് എന്തായിരിക്കും പറയാൻ വന്നത്? ഇന്നലെ ചെല്ലമ്മയും പറഞ്ഞായിരുന്നു അവർക്ക് എന്തോ പറയാനുണ്ടെന്ന്. ഇനിയിപ്പോ ആരെങ്കിലും എപ്പോഴെങ്കിലും പറയുമായിരിക്കും. അല്ലാതെ ഇനി ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചോണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവളെന്നെ ഒലക്കി എടുത്തടിക്കും, അത് ഉറപ്പാ. അതിനു വേണ്ടി ചാടയല്ലായിരുന്നു ഞാൻ അപ്പം നടത്തിയത്. വേണ്ടായിരുന്നു. മോനി ആ കോഴി ഇവിടെ ഇല്ലെന്നല്ലേ പറഞ്ഞത്? എന്തായാലും ഒന്ന് കയറി നോക്കാം. റിച്ചു എന്നല്ല പറഞ്ഞ പോലെ ഇച്ചേച്ചിയും അങ്ങേരും തന്നെ വല്ലതും ഉണ്ടോന്ന് അറിയാലോ. എന്തായാലും ഒന്ന് കയറി നോക്കിയേക്കാം. കോഴി റൂമൊക്കെ കോഴിക്കോടിനെക്കാട്ടി വൃത്തിയാക്കി ആയിട്ടിരിക്കുന്നത്. ഇച്ചിരി വൃത്തിയും വിവരമൊക്കെ ഉള്ള കൂട്ടത്തിലാ. നോക്കാം. ഇതെന്താ ഡയറിയോ? ഇങ്ങർക്ക് ഇങ്ങനത്തെ നല്ല സ്വഭാവമൊക്കെ ഉണ്ടോ? എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം. എന്റെ പ്രണയിനിക്ക്. എന്ത് പ്രണയിനിയോ? കുഞ്ഞി കുഞ്ഞി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എന്താ ഇച്ചായന്റെ കുറയില്? അത് ഞാനിവിടെ കയറിയപ്പം ലൈറ്റും ഫാനും കിടക്കുന്നുണ്ട്. അപ്പൊ അത് ഓഫ് ചെയ്യാന്ന് വെച്ച് കയറിയതാ. അമ്മച്ചി പറയുന്ന കേട്ടു എന്തൊരു കറണ്ട് ബില്ലാണ്. അപ്പൊ പിന്നെ ഇതേപോലെ ഇത് കിടക്കുന്ന കണ്ടാ നമ്മള് ഇട്ടിട്ട് പോകുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഓഫ് ചെയ്യാൻ കയറിയതാ. അല്ലേലും എപ്പോഴും ഈ ചായൻ ഇങ്ങനെ ഫാൻ ലൈറ്റ് എപ്പോഴും ഇട്ട് വെച്ചോണ്ട് പോകും. അവസാനം ഞാൻ വന്ന എന്നും ഓഫ് ചെയ്യുന്നത്. എന്തായാലും നീ വാ, നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ടിരിക്കാം. അവളുമാരെല്ലാം 10 മണിയാകുമ്പോഴത്തേക്ക് വരുമെന്നാ പറഞ്ഞേക്കുന്നത്. എടി, ആരാടി ആ ബുള്ളറ്റ് വരുന്ന ചുള്ളൻ? കൊള്ളാലോ ആള്, അടാര ലുക്ക്. എടി, അത് നിന്റെ വീടല്ലേ എടി ചെല്ലമ്മേ? ആ വീട്ടിലോട്ടാണല്ലോ ആ ബൈക്ക് പോകുന്നത്. ഈ പറഞ്ഞ ശരിയാ റോസി, എന്നെ മൊഞ്ച അങ്ങേർക്ക്. ചുള്ളം തന്നെ. പെടക്കോഴികളെ, അവിടെ ഇരുന്ന് പെടയ്ക്കാതെ മര്യാദയ്ക്ക് അവിടെ അടങ്ങി ഇരിക്കാൻ നോക്ക്. അതെന്റെ ഇച്ചായനാ, ക്രിസ്റ്റി ചായൻ. ഞാൻ നിന്റെയൊക്കെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? വാട്ട് യു മീൻ കുഞ്ഞിയുടെ കോഴിച്ചായൻ? നിന്റെയൊക്കെ കണ്ണിന് തിമിരാന്നുള്ളത് എനിക്കിപ്പോ ഉറപ്പായി. പോട്ടല്ല, പോട്ടാങ്ങിയത് പോട്ട്. ദേവി, ഓന്തോ ഗേറ്റ് തുറക്കുന്നു. ഓന് ഇങ്ങോട്ടാ വരുന്നേന്നാണല്ലോ തോന്നുന്നേ. ഇനി അത് തന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. അല്ലേലും എപ്പോഴും ഉള്ളതാ. എവിടെയെങ്കിലും 10 പെൺപിള്ളേരുടെ മണം അടിച്ചാൽ മതി, അപ്പൊ ചാടിക്കയറി വന്നോളൂ അങ്ങോട്ട്. ഈ കോഴിക്കുഞ്ഞിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും. എടിച്ചല്ലമ്മേ, നമ്മുടെ ചായന, സോറി, നിന്റെ ചായന ഞങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തടി പ്ലീസ് ടി. ഏത് നേരത്താണോ ഈ പടക്കോഴികളൊക്കെ എനിക്ക് ഇങ്ങോട്ട് വിളിക്കാൻ തോന്നിയത്? വേണ്ടായിരുന്നു പുല്ല്. അല്ല, അപ്പൊ പിന്നെ നമ്മുടെ അസൈൻമെന്റ് ഇതുങ്ങളൊക്കെ ഇതോടെ പോയി. എന്റെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? എടി, അതിന് 2 പേജും കൂടെ അല്ലേ ഉള്ളൂ. അത് നമുക്ക് പോയി പരിചയപ്പെട്ടിട്ട് വന്നിട്ട് എഴുതാം. എന്റെ കർത്താവെ, ഈ തുള്ളിച്ചാടി പോന്ന കുഞ്ഞാടുകളെ ആയിരിക്കുന്ന രാക്ഷസിനെ ചെയ്യുന്നു കർത്താവ് തന്നെ രക്ഷിക്കാനേ. പക്ഷെ ഒരു മൂക്കുത്തിയോട് വേണം. ഈ അച്ഛൻ നല്ല ഭംഗിയായിരിക്കും. ഈ തട്ടവും ആ മൂക്കുത്തിയും ഈ സെക്കൻഡ് സ്റ്റേഡ് എല്ലാം കൂടെ പോയിട്ട് മൊഞ്ചയ്ക്ക് തന്നെ സൂപ്പർ. അല്ല, റോസിന്റെ വീട് എവിടെയാണെന്നായിരുന്നു പറഞ്ഞിരുന്നത്? ഗിരിരാജൻ കോഴി നിന്റെ കെട്ടിയും അതിനിതൊക്കെ ഞാൻ നിന്റെ അടുത്തൊന്നുമല്ലല്ലോ ചോദിച്ചത്. എന്റെ കൂട്ടുകാരുടെ ഇതേറെ മറുതാ വിളിച്ചോണ്ട് പോവനെ. പണി പാളിയെന്നാ തോന്നുന്നേ. ഇനി ഞാൻ എങ്ങനെ എങ്ങനെ പിടിച്ചു മാറ്റും? അവൾക്കൊന്ന് ജലസം കേട്ട് നേരത്തെ ഞാൻ ഇത് ചെയ്തത്. പക്ഷെ ഇതിപ്പോ എനിക്കിട്ട് അടികെട്ടുന്ന അവസ്ഥയായി. നിർത്താനാ പറഞ്ഞത്.
നിന്റെയൊക്കെ വല്യപ്പച്ചനാ പറയുന്നത്. അടി നിർത്ത്. ഇതാരാ ഈ യുദ്ധക്കളത്തിൽ പുതിയൊരു ഭടൻ? ഓ, പുതിയതല്ലായിരുന്നു, പഴയ ഭടനായിരുന്നു. എന്നാലും വല്യപ്പച്ചൻ കറക്റ്റ് ടൈമിലാണ് എത്തിയത്. എന്റെ കർത്താവേ, എന്റെ പ്രാർത്ഥന നീ ഇത്രയും വേഗം കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നന്ദിയുണ്ട്. ഞാൻ ഒരുപാട് മെഴുകുതിരി കത്തിച്ചാവേ. ഇവിടെ നടക്കുന്നത് രണ്ടും കൂടി വീട് മറച്ചു നോക്കൂ. ഒന്നുമില്ലേലും 1-18 1-24 വയസ്സില്ലേ? ആ പ്രായത്തിന്റെ പക്വതയെങ്കിലും കണ്ടു കാണിക്കണ്ടേ? എന്തുവായത്? നിങ്ങളൊന്ന് പോയ മനുഷ്യ, ഞാനൊന്ന് മൂടായിട്ട് വരുമായിരുന്നു. എത്ര നാളായി ഒരു ഫൈറ്റ് കണ്ടിട്ട്. പക്ഷേ ഇങ്ങേരെല്ലാം നശിപ്പിച്ചു. സാറേ, നിങ്ങളൊന്ന് പോയ മനുഷ്യ. ഇത് ഞാൻ അങ്ങനെ പലതും പറയും. മക്കള് പറ, എന്താ നിങ്ങൾ ഇങ്ങനെ അടി കൂടാൻ കാരണം? അല്ലെങ്കിൽ വേണ്ട, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. നിന്നെയൊക്കെ ഞാൻ കുഞ്ഞിലെ മൂലേ കാണുന്നതല്ലേ. എന്റെ മക്കളും മരുമക്കളും ഒക്കെ എന്ത് ചെയ്യും? എവിടെ പോയി? നിങ്ങളെയൊക്കെ ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ, ഇത്രയും വലിയ സംഭവം നടന്നിട്ടും. ആഹാ, ഇതിപ്പോ ഞാനാരായി? വല്യപ്പച്ചാ, വല്യമ്മച്ചി, ഇതെപ്പ എത്തി? ഓ, നീ സോപ്പിടാനൊന്നും നോക്കണ്ട. ഞങ്ങളെത്തിയത് കുറെ കൊല്ലമായി. ഓ, അപ്പോഴത്തേക്ക് എന്റെ ഫ്രെഡിക്കുട്ടൻ പിണങ്ങിയോ? പിണങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു സാധനം തരാം. വല്യമ്മച്ചി അറിയണ്ട, എന്റെ കയ്യിൽ ഒരു റസഗുല്ല തിന്നുണ്ട്. 6 അതിനകത്ത് പീസ് ഞാൻ തരാം. സത്യമാണോ നീ പറയുന്നത്? ശരിക്കും തരൂ? കുഞ്ഞി, എന്തുവാ നീ അധ്യായമായിട്ട് രഹസ്യം പറിച്ചത്? അങ്ങേർക്ക് വല്ല മധുരവും കൊടുക്കാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും, കേട്ടല്ലോ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും വല്യമ്മച്ചി. അല്ലേലും അവക്കൊരില് കൂടുതലാ. വല്യമ്മച്ചി വന്നിട്ട് വേണം അത് ഒടിക്കാനെന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുമായിരുന്നു. അത് ഞാൻ കണ്ടതാടോ കേറി വന്നപ്പം. ആരുടെല്ല ഒടിയുന്നേന്ന്? അമ്മച്ചി, യൂട്യൂബ് ബ്രൂട്ടസി. ഓ, ബ്രെഡൊക്കെ ഞങ്ങള് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടാ. നിനക്കുള്ളത് ഞങ്ങള് തന്നേക്കാം. അതിന് നീ ഇങ്ങനെ കിടന്ന് ചിലക്കണ്ട. റിച്ചു, നീ എന്താണ് ഞങ്ങള് തന്നേച്ച് നീ ഒന്ന് മിണ്ടാതെ നിൽക്കുന്നേ? ഓ പിന്നെ, നിങ്ങൾ 4 പേരും കൂടെ കൂടിക്കഴിഞ്ഞാ ഞാനും ഈ ചേച്ചിയൊക്കെ പുറമ്പോക്കാണല്ലോ. എടി കുശുമ്പി പാറു, നിങ്ങൾ 4 ഞങ്ങൾക്ക് ഒരേപോലെ. അത് പിന്നെ എനിക്ക് അറിയില്ല എന്റെ ശ്രദ്ധിച്ചായോ. പിന്നെ ഞാൻ ഈ കാന്താരി മുളകിന്റെ കാന്താരിപ്പര ഒന്ന് കാണാൻ വേണ്ടിയല്ലേ ഇങ്ങനെ പറഞ്ഞത്. അല്ല, ഞങ്ങളുടെ സന്താനങ്ങളൊക്കെ എവിടെ പോയി? അത് പിന്നെ അവരെല്ലാരും കൂടെ അപ്പുറത്തെ വീട്ടിലെ ലീലേച്ചിയുടെ മോളുടെ കല്യാണത്തിന് പോയേക്കോ. അല്ല, അപ്പൊ ഈ പിള്ളേരൊക്കെ എവിടത്തെയാ? അത് വല്യമ്മച്ചി, ഞങ്ങളുടെ പരീക്ഷ അടുത്ത് വരുമല്ലേ, അതിന്റെ കുറച്ച് അസൈൻമെന്റ് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി വന്നതാ. ഞങ്ങളുടെ കൂട്ടുകാരികളാ. ആണോ? എന്നെങ്കിൽ പിന്നെ നിങ്ങളെല്ലാരും പഠിച്ചോ. ഞങ്ങൾക്ക് ജോണിനെയും ഭാസ്കോയെയും കണ്ട് കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. അതിനാ വന്നത്. എന്നാ എല്ലാരും വിട്ടോ. ഞങ്ങള് പോയി എന്നാ ഫ്രഷ് ആയിട്ടൊന്ന് കിടക്കട്ടെ. അവര് വരുമ്പത്തേക്കും വിളിച്ചാ മതി. മോനു, ട്രെയിനിങ്ങിന് പോവാൻ ലെറ്റർ വന്നു എന്നല്ലേ പറഞ്ഞത്? അതിന് ഈ ഞായറാഴ്ചയല്ലേ പോകേണ്ടത്? അതിനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തോ? അത് ഈ ഞായറാഴ്ച വല്യപ്പച്ചാ പോണ്ടത്. പിന്നെ പാക്കിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഓ, ഇതിയാൻ എന്തൊരു വെപ്രാളമായിരുന്നറിയോ. നിനക്ക് ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോ മുതൽ ഇതിയാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി കയറ് പൊട്ടിക്കുമായിരുന്നു. എനിക്കെന്തായാലും ഇനി വേണം ആ റോസമ്മയുടെയും ത്രേസ്യാമ്മയുടെയും മുഖത്ത് നോക്കി 2 പറയാൻ. ആ ത്രേസ്യയുടെ കൊച്ചുമോനെങ്ങാണ്ടൊരു എസ് എ ആയെന്നും പറഞ്ഞ് അവളിനി നടത്തിക്കൂട്ടാനൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ എന്റെ കൊച്ചുമോൻ ആരാ? എസ് എ ഒന്നും അല്ല, അതുക്കും മേലെയല്ലേ, CB ഓഫീസറാ. നോയിക്കോ, ഞാനൊരു വിലസും. എന്ത് CBI ഓഫീസറോ? അതും ഈ കോഴിയോ? പിന്നെ കോഴിയൊക്കെ പണ്ട്. ഇനി നീ അങ്ങോട്ട് കോഴിയെന്നും വിളിച്ചോണ്ട് ചെല്ല്. ഇച്ചായ വേണമെങ്കിൽ നിന്നെ വല്ല കൊലക്കേസിനും പിടിച്ച് അകത്തിടും. പിന്നെ നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് എന്നെ പ്രാങ്ക് ചെയ്യാനൊന്നും നോക്കണ്ട. പുള അടിക്കുമ്പോ അതിന് മിനിമം സ്റ്റാൻഡേർഡ് എങ്കിലും വേണ്ടേ. അത് ഇങ്ങേര് CBI ഓഫീസർ കടുവ വെജിറ്റേറിയൻ ആയെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കും. ഇത് കുഞ്ഞി, നീ എന്റെ കയ്യിൽ നിന്ന് തല്ല് മേടിക്കും. എന്താടി എന്റെ കൊച്ചനൊരു കുഴപ്പം? എന്റെ ലിസി, അവള് കൊച്ചല്ലേ, നീ വഴക്ക് പറയാതെ. അവളുടെ ഈ പൊട്ടിത്തെറി സ്വഭാവം അവന്റെ അടുത്തല്ല വേറെ ആരെടുത്ത അവള് കാണിക്കുക. അമ്മച്ചിക്ക് എന്താ അമ്മച്ചി, കണ്ണിന് തിമിരാൻ ബാധിച്ചോ? എന്റെ അമ്മച്ചി, ഇവളെ കണ്ട ആരാ കൊച്ചെന്ന് പറയുന്നത്? ആ നാക്കിന്ന് വരുന്ന കേക്കണം. 19 വയസ്സുള്ളവരെ കാട്ടി വലിയ നാക്ക അവളുടെ വായി കിടക്കുന്നത്. എന്നിട്ടാ പറയുന്നത്. ഓ പിന്നെ, എനിക്ക് കോഴികളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ.
കണ്ടോ പെണ്ണിന്റെ അഹങ്കാരം? നിനക്കെന്താടി വിശ്വസിച്ച? അവന് കഴിഞ്ഞ ആഴ്ച ലെറ്റർ വന്നു, ഈ ആഴ്ച പോണോന്നും പറഞ്ഞ്. എന്നിട്ട് ഇത് പറയാൻ വേണ്ടി നിന്റെ അടുത്ത് റേച്ചലും മോനിയൊക്കെ എത്ര പ്രാവശ്യം നടന്ന്. അപ്പൊ നീ ഒന്നും കേൾക്കണ്ട, നിനക്ക് ഇവനെ കുറിച്ച് അറിയേ വേണ്ടെന്ന് പറഞ്ഞ് ചെവിയും പൊത്തിപ്പിടിച്ച് നടന്നിട്ട് ഇപ്പൊ പറഞ്ഞപ്പോ അത് ഞങ്ങളുടെ കുറ്റം. നിനക്ക് വേണ്ടി ഞങ്ങൾ നടത്തുന്ന പ്രാങ്ക്. പപ്പായി, ജോണിക്കുട്ട, ഇത് സത്യമാണോ? ഓ ശരിയാ എന്റെ കുറുമ്പി, ഞങ്ങൾ ആരും നിന്നെ പ്രാങ്കാൻ പറഞ്ഞതല്ല, സത്യവാ. ഇനി ഒരു 6 മാസത്തേക്ക് നിന്നെ ചീത്ത പറയും ഇവ ഇവിടെ കാണത്തില്ല. അതുകൊണ്ട് എന്റെ കുഞ്ഞ് ഫ്രീയാ. എന്ത് 6 മാസോ? ആടി 6 മാസം ഇച്ചായന്റെ ട്രെയിനിങ് കാലാവധി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇച്ചായനെ 6 മാസം കഴിഞ്ഞേ കാണാൻ പറ്റൂ. ഞാൻ വളരെയധികം മിസ് ചെയ്യും ഇച്ചായ. അല്ല, അപ്പൊ പിന്നെ പോന്നതെന്നാ? എന്നെ പറഞ്ഞു വിട്ടോളാൻ അവളുടെ ഉത്സാഹം കണ്ടില്ലേ? നീ കൂടുതൽ സന്തോഷിക്കൊന്നും വേണ്ട. 6 മാസം നീ റെസ്റ്റ് എടുത്തോ. ആ 6 മാസത്തിന് ശേഷം ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാ പിന്നെ നിനക്ക് ഒരു റെസ്റ്റും കാണത്തില്ല. ഓ പിന്നെ ഞാനങ്ങും പേടിക്കത്തില്ല. തന്നെ പോലുള്ളൊരു തുക്കട CBI ഓഫീസറെ കണ്ടെന്ന് ഞാൻ പേടിക്കത്തില്ല. കുഞ്ഞി വേണ്ട, തമാശ കൂടുതലാവുന്നു. പിള്ളേരെ, ഞങ്ങള് നിങ്ങളുടെ അടുത്ത് ചോദിക്കാതെ ഒരു തീരുമാനം ഉറപ്പിച്ചു. ഇവന് ജോലി കിട്ടിയ സന്തോഷം മാത്രമല്ല, ഇവൻ 6 മാസം കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരത്തില്ലേ, അപ്പൊ ഇവനെ പൂട്ടാനുള്ള ഒരു പൂട്ടും കൊണ്ട് ഞങ്ങള് വന്നത്. വേറൊന്നുമല്ല, ഇവനെ പിടിച്ച് കെട്ടിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് തീരുമാനിച്ചു. വേറെ ആരുമില്ല പെൺകൊച്ച്, നമുക്കെല്ലാം അറിയാവുന്ന കൊച്ച, നല്ല കൊച്ച, ജുവല്. അല്ലമ്മച്ചി, അതിന് നിങ്ങൾ ജുവലേച്ചി എടുത്ത് സമ്മതമാണെന്ന് ചോദിച്ചോ? അതിന് നീ അവളുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിര്, ഞങ്ങൾ അവളുടെ അടുത്ത് സമ്മതമാണോ എന്ന് ചോദിക്കണോ വേണ്ടോ എന്നുള്ളത്. കാര്യം പറഞ്ഞുടനെ കേട്ടില്ലേ, പെണ്ണിന്റെ മുഖം തക്കാളി ചുവന്ന പോലെ ചുവന്ന് കയറിയത്. അല്ല അമ്മച്ചി, എനിക്കൊരു കാര്യം. വേണ്ട, നീ ഒന്നും പറയണ്ട. ഞങ്ങൾക്കറിയാം നീ എന്തോ പറയാൻ പോണെന്നുള്ളത്. 6 മാസം കഴിഞ്ഞിട്ടേ എൻഗേജ്മെന്റും മിന്നുകെട്ടും ഉള്ളൂ. ഈ എൻഗേജ്മെന്റ് ഇപ്പൊ നടത്തണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇനി നിനക്ക് പോവാൻ വെറും 3 ദിവസം പോലും തികച്ചില്ലല്ലോ. അതുകൊണ്ടാ, പെട്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതുമില്ല നിനക്ക് ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് വരുന്നത്. അല്ലെങ്കിൽ ഞങ്ങള് ഈ മാസം തന്നെ നിങ്ങളുടെ എൻഗേജ്മെന്റ് നടത്താനിരുന്നതാ. എന്തായാലും നീ വിഷമിക്കണ്ട. നിനക്ക് അവളെ ഇഷ്ടമാണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല വൃത്തിക്കറിയാമല്ലോ. വേറെ ആര് പറഞ്ഞാ കേൾക്കാത്തതും നീ അവള് പറഞ്ഞാൽ മാത്രമല്ലേ കേൾക്കാറുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ രണ്ടുപേരുടെ അടുത്ത് സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് അപ്പച്ചനും അമ്മച്ചിയും തന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അമ്മച്ചി, എനിക്ക് മതി. ഞാൻ ഇന്നലെ പറഞ്ഞല്ലായിരുന്നു നിന്റെ ഡയറ്റിലാന്ന്. അതുകൊണ്ട് മതി, ഞാൻ പോയി കിടക്കുവാണ്. എന്തോ ഒരു തലവേദന. അമ്മച്ചി, എനിക്കും മതി, ഞാനും പോവാണേ. ഞാൻ ഇന്ന് കുഞ്ഞിൻ്റെ കൂടാണേ അമ്മച്ചി കിടക്കുന്നത്. കുഞ്ഞി നിക്ക്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കുഞ്ഞി നിക്ക്. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കൊന്നും കേൾക്കാൻ ഒരു താല്പര്യമില്ല. അല്ലെങ്കിൽ തന്നെ എന്നോട് പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ ഇവിടെ ഓരോരുത്തരോടൊന്നും ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് പറയാൻ നിൽക്കുന്നത്? ഒരു ട്രെയിനിങ്ങിന് പോകുന്ന കാര്യം ഈ വീട്ടിലുള്ള പൂച്ചാരറിഞ്ഞു, എന്നിട്ട് ഞാൻ മാത്രം അറിഞ്ഞിട്ടില്ല. അതേടി പുല്ലേ, എനിക്ക് നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ അടുത്ത് പറയാഞ്ഞത്. കുഞ്ഞി, നീ എന്തിനാ ഇപ്പൊ കരയുന്നത്? നീ വിഷമിക്കേണ്ട കാര്യം എന്തുവാ? നിനക്കല്ലെങ്കിൽ ഇഷ്ടമല്ലല്ലോ. അവൻ നിന്റെ എനിമയല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? നോ നോ, ഹീസ് നോട്ട് മൈ എനിമി. ഹീസ് മൈ ലവ്, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലവ്. എനിക്ക് ഫുഡ് വേണ്ട, എനിക്ക് ഫുഡ് ഇഷ്ടമല്ല, ഞാൻ ഫുഡ് കഴിക്കൂല. അങ്ങനെ പറയില്ലേ കുഞ്ഞി. കുഞ്ഞി മമ്മി തരുന്ന ഫുഡ് എല്ലാം കഴിക്കണം കേട്ടോ. കുഞ്ഞി എന്നാലല്ലേ നല്ല പെട്ടെന്ന് വളരത്തോളൂ. ആണോ ക്രിസ്റ്റിച്ചായി? കുഞ്ഞി ഈ ഫുഡ് എല്ലാം കഴിച്ചാ കുഞ്ഞി പെട്ടെന്ന് വലുതാവോ? കുഞ്ഞി സുന്ദരിയാവോ? അതെയല്ലോ, എന്റെ കുഞ്ഞി ഇപ്പൊ തന്നെ സുന്ദരിയാ. പക്ഷെ എന്റെ കുഞ്ഞി ഫുഡ് കഴിച്ചാൽ എന്തോ പറ്റും, ഇച്ചിരി കൂടെ സുന്ദരിയാവും. അല്ലെങ്കിൽ മെലിഞ്ഞുണങ്ങി ഒരുമാതിരി ചുള്ളിക്കം പോലിരിക്കും. എനിക്ക് അങ്ങനത്തെ പെൺപിള്ളാരെ ഒന്നും ഇഷ്ടമല്ല. എനിക്ക് നല്ല ഊരിണ്ടിരിക്കുന്ന നല്ല സുന്ദരി പെൺപിള്ളാരെ ഇഷ്ടം. അതുകൊണ്ടല്ലേ എന്റെ കുഞ്ഞിയുടെ കവിളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ തരുന്നത്. കുഞ്ഞിയുടെ കവിളെന്ത് ഉരുണ്ട കവിളാന്നറിയോ? അപ്പൊ
ക്രിസ്റ്റിച്ചായ ഇപ്പൊ ഈ കുഞ്ഞ് ഈ ഫുഡെല്ലാം കഴിച്ചു വെച്ചാൽ ക്രിസ്റ്റിച്ചായ കുഞ്ഞിക്ക് ഉമ്മ തരുമോ? തരുമല്ലോ. എന്റെ കുഞ്ഞിക്ക് എത്ര ഉമ്മ വേണമെങ്കിലും ക്രിസ്റ്റിച്ചായ തരും. പക്ഷേ ഈ ഫുഡെല്ലാം കഴിക്കണം. മോനും അവിടെ ഫുഡൊക്കെ കൃത്യമായിട്ട് കഴിക്കണേ. അമ്മച്ചി ഓരോന്ന് തന്നു വിട്ടിട്ടുണ്ട്. അവിടെ അലോ ചെയ്യുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും അതൊക്കെ കൂട്ടി ഫുഡ് കഴിക്കുക കേട്ടോ. ആരോടും വെറുതെ അടിയുണ്ടാക്കാനും ദേഷ്യപ്പെടാനും ഒന്നും പോകരുതേ. അമ്മച്ചി ഒന്ന് സമാധാനപ്പെട്. ഞാൻ പോയിട്ട് അതേപോലെ തന്നെ തിരിച്ചു തരത്തില്ലേ? അപ്പച്ച, ഞാൻ പോയേച്ചും വരാം. വാസ്കൊച്ചായോ, ലിസ്റ്റ് കൊച്ചേ, എന്താ ഈ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ? ഓ, ആ മുഖം ഒന്ന് വാടാതെ അങ്ങോട്ട് ചിരിച്ച് കാണിച്ചേ. ഞാനൊരു നല്ല വഴിക്ക് ഇറങ്ങുമ്പോഴാണ് എല്ലാവരും മുഖം വീർപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. വല്യപ്പച്ചോയ്, വല്യപ്പച്ചി, ഞാൻ പോയിച്ചും വരാവേ. ഇവിടെ നോയിക്കോണേ. കുരുത്തം കെട്ടാണേ, ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല. നീ പോയിച്ചു നന്നേ. പിന്നല്ല ജുവലേ, ഡി, ഞാൻ പോവാനേ. റിച്ചു, ഞാൻ പോവാനേ. ആ കുഞ്ഞി ഇച്ചയ കുഞ്ഞി ഇവിടെ ഇല്ല. അവള് രാവിലെ പള്ളിയിലോട്ട് പോയായിരുന്നു. പെട്ടെന്ന് വരാമെന്നും പറഞ്ഞു വെച്ചാൽ അവള് പോയത്. പക്ഷെ ഇതുവരെ കാണുന്നില്ല. മിക്കവാറും അച്ഛനെങ്ങനെ പിടിച്ച് നിർത്തി കാണും. അതായിരിക്കും. ശരി, എന്നാ നീ അവളോടും കൂടെ തിരക്കിന്ന് പറഞ്ഞേക്ക്. എനിക്ക് ട്രെയിനിന് സമയം വരുന്നു. ശരി, ബൈ. ചെന്നൈച്ചും വിളിക്കണേ. കുരിശിങ്കൽ വീട്ടിൽ വാസ്കോഡ ഗാമയുടെയും ലെസി വാസ്കോയുടെയും മകളായ ജുവൽ അന്ന വാസ്കോയ്ക്ക് ഈ നിൽക്കുന്ന കുന്നിൽ ബംഗ്ലാവിൽ ജാക്സന്റെയും തെരേസയുടെയും മകനായ എബ്രഹാം റോയി അലക്സിനെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണ്. സമ്മതമാണ്. വാട്ട്? ഇയാളാരാ? എന്താടി ഉണ്ടച്ചി വായും പൊളിച്ച് നോക്കി നിൽക്കുന്ന? നീയൊന്നും മെലിഞ്ഞല്ലൂടി. നിങ്ങൾ ഇവിടെ? അപ്പ അവിടെ എന്തായി നടക്കുന്ന ഇവിടെ? ഓ, ഒന്ന് പതുക്കെ പറയടി, ആൾക്കാര് ശ്രദ്ധിക്കും. ഇവിടെ നടക്കുന്നതോ മിന്നുകെട്ട് കണ്ണ് തുറന്നുകൊണ്ട് നോക്ക്. ഓ, അതല്ല, നിങ്ങളുടെ ഇച്ചേച്ചിയുടെ അല്ലായിരുന്നോ മിന്നുകെട്ട്? പിന്നെ ആ നിൽക്കുന്ന ആരാ? ആര് പറഞ്ഞു നിന്റെ അടുത്ത്? ആ വെഡിങ് കാർഡ് എടുത്ത് നേരിച്ചത് മോളൊന്ന് വായിച്ചു നോക്ക്. ഇതെങ്ങനെ? അതോ, ക്രിസ്റ്റിച്ചായ, എന്നെ ഒന്ന് ഈ വീട്ടിൽ നിന്ന് ഷോപ്പിങ്ങിനാന്ന് പറഞ്ഞ് ഒന്ന് ചാടിക്കാവോ? ഈ നെവിച്ചായ മാളിൽ കാത്തു നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, നിന്റെയൊക്കെ ഇടയിൽ ഹംസമായിട്ട് നിന്ന് എന്റെ ജീവിതം തീരുമെന്നാ തോന്നുന്നു. ജുവൽ, 20 മണിക്കൂർ ആ ഫോൺ കുത്തിക്കൊണ്ടിരുന്നാണ് കേട്ടോ. ആരോടെ സംസാരിക്കുന്നേ? അമ്മച്ചി, ഇത് ക്രിസ്റ്റിച്ചായ. ക്രിസ്റ്റിച്ചായ ഒരു സാധനം എന്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഹലോ റോയിച്ചായ, അമ്മച്ചി വന്നായിരുന്നു കേട്ടോ. ചോദിച്ചാ, അതാ ഞാൻ മാറ്റി പറഞ്ഞത്. അമ്മച്ചി, ക്രിസ്റ്റിച്ചായനാ. അമ്മച്ചി ക്രിസ്റ്റിച്ചായനാ. അമ്മച്ചി ക്രിസ്റ്റിച്ചായനാ. അച്ഛൻ എന്തോ കാര്യം പറയാനുണ്ടെന്ന്. അമ്മച്ചി ക്രിസ്റ്റിച്ചായനാ. അമ്മച്ചി ക്രിസ്റ്റിച്ചായനാ. അമ്മ ക്രിസ്റ്റിച്ചായനാ. എന്നെ വിളിച്ചാലും നീ ഞാൻ ക്രിസ്റ്റിച്ചായനെന്ന് വീട്ടിൽ പറയുന്ന കേട്ട് ഞാനിപ്പോ എന്റെ സ്വന്തം പേര് മറന്ന അവസ്ഥയാ. അല്ല, അപ്പൊ പിന്നെ അന്ന് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞതോ? അതിന് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന ഒരു കല്യാണം അല്ലല്ലോ. പിന്നെ നീ കുഞ്ഞി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കാതെ ഇങ്ങോട്ട് വന്നേ. ഡ്രസ് മാറ്റി കുറച്ച് സമയമുള്ളൂ. എന്നോട് സൊള്ളിക്കൊണ്ട് ഇപ്പൊ അപ്പോഴും. ക്രിസ്റ്റി, മതിയടാ നോക്കി വെള്ളം ഇറക്കിയത്. വന്നേ, പോയി റെഡി ആയിട്ട് വേണ്ടേ ഒന്ന് നിന്നേട്ടെ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ. ഇതുവരെ ചെയ്തതെല്ലാം വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലായി പോവും. അതുകൊണ്ട് കുഞ്ഞുമോൻ വാ.
നേരേടത്ത് വീട്ടിൽ ജോൺസൺ മാർക്കിന്റെയും മൊണാലിസ ജോൺസന്റെയും മകനായ ക്രിസ്റ്റി ജോൺസന് ഈ നിൽക്കുന്ന കുരിശിങ്കൽ വീട്ടിൽ വാസ്കോഡ ഗാമയുടെയും ലിസി വാസ്കോയുടെയും മകളായ ജ്വാല മരിയം വാസ്കോയെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. കുരിശിങ്കൽ വീട്ടിൽ വാസ്കോഡ ഗാമയുടെയും ലിസി വാസ്കോയുടെയും മകളായ ജ്വാല മരിയം വാസ്കോയ്ക്ക് ഈ നിൽക്കുന്ന നേരേടത്ത് വീട്ടിൽ ജോൺസൺ മാർക്കിന്റെയും മൊണാലിസ ജോൺസന്റെയും മകനായ ക്രിസ്റ്റി ജോൺസനെ തന്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. എന്നാലും ഞാൻ നിന്റെ അടുത്ത് മിണ്ടത്തില്ല. നീ പോലും ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്റെ അടുത്ത് ഒരു അക്ഷരം പോലും പറഞ്ഞില്ലല്ലോ. എന്റെ പൊന്നു കുഞ്ഞെ, എനിക്ക് എന്റെ ജീവനിൽ നല്ല കൊതിയുണ്ട്. നിന്റെ കെട്ടിയവൻ പറഞ്ഞത് ഇതെന്നാണ് ഞാൻ പറഞ്ഞത് നീ അറിയുന്നെങ്കിൽ അങ്ങേരെന്റെ തല എടുക്കുമെന്ന. അതുകൊണ്ട് ഞാൻ ഒരു അക്ഷരം പോലും നിന്റെ അടുത്ത് പറയാതിരുന്നത്. പിന്നെ ഒന്നോർത്തപ്പം നീയോ എന്റെ ചായനെ കുറെ സ്നേഹം ഉള്ളിലൊതുക്കി വെച്ചോണ്ട് വെള്ളം കുടിപ്പിച്ചല്ലേ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്താ ഒരു മധുരപ്രതികാരമായിട്ട് എന്റെ ചായനും ഈ ചെയ്യുന്നതിനകത്ത് തെറ്റൊന്നുമില്ലെന്ന്. പിന്നെ നീ ഏറ്റവും കൂടുതൽ ഞെട്ടാൻ പോകുന്ന വേറൊരു കാര്യം കേട്ടാല, നമ്മുടെ ജ്വലേച്ചി എബിച്ചാനും തന്നെ എത്ര വർഷത്തെ പ്രണയാന്നറിയോ? 5 വർഷത്തെ പ്രണയ. അത് എബിച്ചാനും നിനക്ക് മനസ്സിലായില്ലേ? എന്റെ അപ്പച്ചനൊരു ബ്രദർ ഇല്ലായിരുന്നു, ആ ബ്രദറിന്റെ മോനാത്. 5ഓ? അപ്പൊ ഇത് എന്ന് തുടങ്ങിയത്? ഇച്ചേച്ചി പറഞ്ഞത് ഇച്ചേച്ചി +2-ലായിരുന്നപ്പോഴേ ആദ്യമായിട്ട് ഇച്ചായനെ കാണുന്നത്. അതിനുശേഷം അവരമ്മ ഇഷ്ടത്തിലാവുന്നേന്നോ. അതും പോരാഞ്ഞിട്ട് ഇച്ചേച്ചിയുടെ കോളേജിലെ ക്ലാസ് ട്യൂട്ടർ ഇച്ചായനായിരുന്നു. രണ്ടും സംസാരിച്ചത് മതി. ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്കേ. കുഞ്ഞി, ഈ പാലം കൊണ്ട് മുറിയിലേക്ക് പൊക്കോട്ടോ. ഓ ശരി എന്റെ മോൻകുട്ടി. എടി, നിനക്കെന്തോടി പേടിയൊന്നുമില്ലേ? സാധാരണ ഫസ്റ്റ് നൈറ്റ് ഒക്കെ ആവുമ്പം പെൺപിള്ളേർക്ക് ചെറിയ നാണവും പേടിയൊക്കെ വരണയാണല്ലോ. നിനക്കിതൊന്നും ഇല്ലേ? ഓ പിന്നെ, ഞാൻ എന്റെ ചാനെ എനിക്ക് ഓർമ്മ വെച്ച കാലം പോലെ കാണാൻ. പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഇല്ലാത്ത നാണമൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്യുന്നത്? എങ്കിൽ പിന്നെ ശരി, ഗുഡ് നൈറ്റ്. എന്റെ ഭർത്താവ് അവളുടെ അടുത്ത് ഒരു ആവേശത്തിന് ഞാനങ്ങ് പറയുകയും ചെയ്ത് ഒരിക്കലും പേടിയും നാണമൊന്നുമില്ലെന്ന്. ഇതിപ്പോ ഞാൻ അങ്ങനെ പോയി എങ്ങനെ ഫേസ് ചെയ്യും? 6-7 മാസമായില്ല അങ്ങനെ കണ്ടിട്ട്. പെട്ടെന്ന് കണ്ടപ്പോ കല്യാണത്തിന്റെ സമയത്ത് വെച്ചേ എന്റെ കാല് വിറയ്ക്കാൻ തുടങ്ങിയത്. ഇനി ഞാൻ അങ്ങനെ മുമ്പിൽ പോയി എങ്ങനെ നിൽക്കും? കൂൾ കൂൾ കൂൾ, യു ക്യാൻ ഡു ഇറ്റ്. ഇങ്ങേരതോടെ പോയി ഇവിടെ ഇല്ലേ? എന്തായാലും മൂടി പോയി സടം നടക്കുന്നില്ല. പകരം എന്തുവാ ഇന്ന് അവിടെ നടന്നേന്നുള്ളത് അതിന്റെ മാസ്റ്റർ പ്ലാൻ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇനി എന്തും. ഇതാരാ? ഇത് ഞാനാ. ഏത് ഞാൻ? എന്നെ വിട്ട് തൊടലും പിടിക്കലും അവിടെ നിൽക്കട്ടെ. എനിക്കറിയാനുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് മതി തൊടലും പിടിക്കലല്ല. എടി, നീ ഇങ്ങനെ പറയരുത്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. എന്റെ കൊല്ലങ്ങളുടെ കാത്തിരിപ്പാണ്. അയ്യോ ആണോ? എന്നാ ഞാനിന്ന് എന്റെ കല്യാണം അന്ന് പോലും അറിഞ്ഞില്ല. അപ്പോഴാ അങ്ങേറെ ഒരു ഫസ്റ്റ് നൈറ്റ് ആഘോഷം. ഓ എന്റെ പെണ്ണെ, ഈ ടെറർ മൂഡ് ഓണാക്കാതെ നീ ഇങ്ങോട്ട് വന്നിരുന്നേ. ഞാൻ എല്ലാ സമാധാനമായിട്ട് പറയാം. വർഷം 2000 കോട്ടയം ഗവൺമെന്റ് ആശുപത്രിയിൽ വെച്ച് രാത്രി 12 മണിക്കാണ് കുരിശിങ്കൽ ഹൗസിലെ ആദ്യത്തെ അനന്തരാവകാശിയായ ആൺകുട്ടി ജനിക്കുന്നത്. അവൻ ആ വീട്ടിലൊരു രാജകുമാരനെ പോലായിരുന്നു. എല്ലാവർക്കും അവനെന്ന് വെച്ചാൽ ജീവനായിരുന്നു. അങ്ങനെ അവന്റെ രാജവാഴ്ചക്കിടെയാണ് ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ ആ കുരിശിങ്കൽ ഹൗസിലേക്ക് രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുന്നത്. അവന്റെ അമ്മച്ചി അവനോട് പറഞ്ഞു അവന്റെ കുഞ്ഞി പെങ്ങളാണതെന്ന്. അങ്ങനെ അവൻ അവളെയും കൊണ്ട് താഴത്തും തലയിലും വെക്കാതെ കൊണ്ടു നടന്നു. പെട്ടെന്നൊരു 2 വർഷം കടന്നുപോയി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അവൻ്റെ അടുത്ത് അവൻ്റെ മമ്മി അമ്മച്ചിയും കൂടെ വന്ന് പറയുന്നത് അവനൊരു സർപ്രൈസ് ഉണ്ടെന്ന്. അതും 1 അല്ല 2. ഞങ്ങളുടെ കൂടെ കളിക്കാനായിട്ട് ഞങ്ങൾക്ക് 2 കുട്ടിമണികളെയാ കിട്ടാൻ പോന്നേന്ന്. അങ്ങനെ അവരും ജനിച്ചു. അതിൽ അവൻ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് 2 കണ്ണുകളിലായിരുന്നു. ആ കണ്ണുകളിലേക്ക് നോക്കി അവൻ എത്ര നേരം വേണമെങ്കിലും അടങ്ങിയിരിക്കുമായിരുന്നു. അവളുടെ ആ ചിരിക്കുമ്പോൾ തിളങ്ങുന്ന കണ്ണും ആ ഉണ്ട കവിളും എല്ലാം ആയിരുന്നു
ആ കുഞ്ഞിച്ചക്കന്റെ ഹൃദയത്തിൽ പതിഞ്ഞത്. അങ്ങനെ ആ കുഞ്ഞിച്ചക്കനും അവന്റെ ആ കുഞ്ഞിപ്പെണ്ണും വളർന്ന് വലുതായി. അപ്പോൾ അവൻ മനസ്സിലാക്കിയത് അവന്റെ ആ കുഞ്ഞിപ്പെണ്ണിലാണ് അവന്റെ പ്രാണനെന്ന്. പക്ഷെ എന്തോ കാരണവശാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ മുതൽ അവൾ അവനിൽ നിന്നും മാറി നടക്കാൻ തുടങ്ങി. അങ്ങനെ അവളുടെ ശ്രദ്ധ കിട്ടാനായി അവൻ പല പെൺപിള്ളേരടുത്തും സംസാരിക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ അവളിലുണ്ടാകുന്ന ആ കുശുമ്പും ആ ഒരു ചുവന്ന് തുടുക്കുന്ന മുഖവും എല്ലാം അവർ ഭയങ്കരമായി ആസ്വദിക്കാൻ തുടങ്ങി. അങ്ങനെ അടിയും ഇടിയുമായി വർഷം കടന്നുപോയി. അങ്ങനെ അവൻ തീരുമാനിച്ചു അവനൊരു സ്ഥിര ജോലി കിട്ടാതെ അവൻ അവളുടെ അടുത്ത് അവന്റെ ഇഷ്ടം പറയത്തില്ല. അങ്ങനെ അവൻ അവന്റെ ജോലി കിട്ടിയതിന് ശേഷം അവന്റെ ഇഷ്ടം പറയാന്ന് വിചാരിച്ചു വെച്ചപ്പോഴോ ദാ വരുന്ന ഇടുത്തി പോലെ കുടുംബക്കാർ അവന് വേണ്ടി വേറെ പെണ്ണിനെ ആലോചിച്ച്, അതും വേറെ ആരുമല്ല അവളുടെ തന്നെ സ്വന്തം ചേച്ചിയെ. അങ്ങനെ അവനെങ്ങാനും വിട്ടുകൊടുക്കുവോ? ഇല്ല. അവൻ അങ്ങനെ വല്യമ്മച്ചയുടെ അടുത്തും അവന്റെ വല്യപ്പച്ചന്റെ അടുത്തും പോയി പറഞ്ഞു, ഇത് നടക്കില്ല, അവൻ അവന്റെ കുഞ്ഞിപ്പെണ്ണിനെയാ ഇഷ്ടം, അവൻ അവളെ കെട്ടുകുന്നു. അങ്ങനെ അവര് തീരുമാനിച്ച പോലാണ് കാര്യങ്ങളെല്ലാം നടന്നത്. അങ്ങനെ അതിന്റെ കൂടെ തന്നെ അവന്റെ കുഞ്ഞിപ്പെണ്ണിന്റെ ചേച്ചിയുടെ കല്യാണവും അവന്റെ കൂട്ടുകാരനും സർവോപരി അവന്റെ കസിനുമായിട്ടുള്ള എബ്രഹാമുമായിട്ട് ഉറപ്പിച്ചു. പിന്നീട് അവനൊരു കാത്തിരിപ്പിലായിരുന്നു, അവന്റെ പ്രാണനെ സ്വന്തമാക്കാനുള്ള കാത്തിരിപ്പിൽ. ഞാൻ ഇങ്ങനൊന്നും അല്ലല്ലോ പ്രതീക്ഷിച്ചത്. ഇച്ചായന് കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? നമുക്ക് എന്തെങ്കിൽ പിന്നെ എത്ര കാലം പ്രേമിച്ചുകൊണ്ട് നടക്കായിരുന്നു. ഇച്ചായൻ എന്തിനാ ഇച്ചായൻ പത്തി പഠിച്ചോണ്ടിരുന്നു. അപ്പം എനിക്ക് 2 മുട്ട പപ്സ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് പോയിട്ട് അവസാനമാഴ്ച എനിക്ക് വാങ്ങിച്ചോണ്ട് കൊടുക്കുന്ന കണ്ടല്ലോ, അത് 3 എണ്ണം. അതുകൊണ്ടല്ലേ ഇച്ചായ ഞാൻ ഇത്രയും നാൾ ഇച്ചായൻ്റെ അടുത്ത് മിണ്ടായിരുന്നു. ഇച്ചായ സോറി. ഇതേത് കഥ? വെറും 3 മുട്ട പപ്സിന് വേണ്ടിയായിരുന്നു നീ എൻ്റെ അടുത്ത് ഇത്രയും കൊല്ലം മിണ്ടാതിരുന്നത്? നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിനക്ക് ഒരു മുട്ട പപ്സ് ഫാക്ടറി തന്നെ തുടങ്ങിയതിലൂടെ. ആ മതി കരഞ്ഞത്, നിർത്ത്. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു, അതെന്തിനാടി വെറുതെ നശിപ്പിക്കുന്നു? ഫസ്റ്റ് നൈറ്റ് അവിടെ നിൽക്കട്ട്. പൊന്നുമോൻ എന്നെ ഉണ്ടച്ചീന്ന് വിളിച്ച് കളിയാക്കാറുണ്ടായിരുന്നല്ലേ എല്ലാവരുടെയും മുമ്പ് വെച്ചിട്ട്. എന്നിട്ട് ഇപ്പൊ അതൊന്നും പറയാനില്ലേ? അതും കൂടെ പറഞ്ഞിട്ട് മതി. അതിന് നീ എന്നെ കോഴിച്ചായെന്ന് വിളിച്ചും കളിയാക്കാറുണ്ടായിരുന്നല്ലോ. പക്ഷെ അതൊന്നും അല്ലടി നിന്നെ ഉണ്ടച്ചെന്ന് വിളിക്കാനുള്ള മെയിൻ കാരണം. എനിക്ക് നീ ഉണ്ടച്ചായിട്ടിരിക്കാൻ നല്ല ഇഷ്ടം, ഈ ക്രിസ്റ്റിയുടെ മാത്രം ഉണ്ടച്ചി. പക്ഷെ ഇപ്പൊ നീ കുറച്ച് മെലിഞ്ഞിട്ടാ, കുഴപ്പമില്ല, ഞാൻ തന്നെ തിരിച്ച് വീണ്ടും ഉണ്ടച്ചി ആയിക്കോളാം. ഇനിയും നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്റെ കുഞ്ഞെ ഞാൻ സ്വന്തമായിക്കോട്ടെ.